ഈ പ്രദേശത്തെ ബാങ്ക് ഒഴികെയുള്ള ബാങ്ക് കൂടാതെ ലാബ്, മെഡിക്കൽ ഷോപ്പ് എന്നീ രംഗങ്ങളിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ലാഭത്തിൽ പ്രവർത്തിക്കാൻ ഈ സഹകരണ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന ഈ ബാങ്കിനെ എല്ലാവിധത്തിലും ബാങ്കിൽ തങ്ങളുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടും അതുപോലെ തന്നെ വായ്പാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ ബാങ്കുമായി സഹകരിച്ച് ഈ ബാങ്കിനെ ഉയർന്ന ഗ്രേഡിലേക്ക് എത്തിക്കണമെന്ന് നിക്ഷേപകരോട്, ബാങ്കിലെ അംഗങ്ങളോട് അപേക്ഷിക്കുകയാണ്. ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡാണ് നമ്മുടെ ഈ ബാങ്ക് ഉള്ളത്. ഇന്നിവിടെ ജനറൽ ബോഡിയോടനുബന്ധിച്ചിട്ട് ഒരു ക്ലാസ് സഹകരണ ബാങ്കും സഹകാരികളും എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രഷറും ഷുഗറും പരിശോധിക്കാനുള്ള സംവിധാനവും ഈ ജനറൽ ബോഡിയോടനുബന്ധിച്ച് ഇവിടെ നടപ്പാക്കി വരുന്നുണ്ട്. ഈ ക്ലാസ്സിന് ശേഷമായിരിക്കും ജനറൽ ബോഡി യോഗവും അതിൻ്റെ ചർച്ചകളും ഉണ്ടാവുക. എല്ലാ സഹകാരികളും ഈ സായാഹ്നം അവരുടെ സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഒരുപാട് പൊതുയോഗങ്ങൾ നടക്കുന്ന ദിവസമാണ് സഹകരണ മേഖലയിൽ. അങ്ങനെ ഒരു കൂട്ടം പൊതുയോഗങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആളുകളെല്ലാം നഗരത്തിലിറങ്ങി, 4-5 സംഘങ്ങളുടെ പൊതുയോഗമാണ്. ആളുകളെല്ലാം നഗരത്തിലിറങ്ങി ഈ സംഘം നൽകുന്ന ഒരു എളിയ ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ആളുകൾ ഇറങ്ങി. നഗരം നിശ്ചലമായി. ഒരുപക്ഷെ റോഡ് ബ്ലോക്കായതുകൊണ്ട് തീവണ്ടി കിട്ടുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ പോലും ഉണ്ടായി. ഒരു നാട് മുഴുവൻ സഹകരണ മേഖലയോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതിലും ഒരുപടി മുന്നിലാണ് നിങ്ങൾ. നിങ്ങൾ തിരക്ക് കാണിക്കുന്നില്ല. നിങ്ങൾ ഈ സംഘത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി, ഈ സംഘത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി, ഇതിൻ്റെ ഇന്നലെകൾ എന്തായിരുന്നു എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി, ഇന്നെങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, നാളെ ഏതുവരെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുമെന്ന് ഉൾക്കാഴ്ചയോടുകൂടി വിലയിരുത്തുന്നതിന് വേണ്ടി ഒക്കെയാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ ഈ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വളരെയധികം സന്തോഷവും സ്നേഹവും ഞാൻ ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കുകയാണ്. ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്, ഞാൻ ആരാധിക്കുന്നത് 3 ദേവാലയങ്ങളെയാണ്. ഒന്ന്, ഞാൻ പഠിച്ച വിദ്യാലയത്തെ. 2, ഞാൻ നിലകൊള്ളുന്ന എൻ്റെ പഞ്ചായത്തിനെ. 3-മത്തേത് എൻ്റെ വീട്ടുമുറ്റത്തുള്ള സഹകരണ സംഘത്തെ. ഈ 3 എൻ്റെ ദേവാലയങ്ങൾ എന്നാണ് നെഹ്റു പറഞ്ഞത്. സഹകരണ സംഘത്തെ ഒരു ദേവാലയമായി കണ്ട ഒരു പ്രധാനമന്ത്രിയുടെ നാട്ടിലാണ് നാം ഉള്ളത് എന്നത് പ്രത്യേകതയുള്ളതാണ്.
അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 മുതൽ ഒരാഴ്ചക്കാലം അഖിലേന്ത്യാ തലത്തിൽ സഹകരണ വാരാഘോഷമായി ആചരിക്കുന്നത്. ലോകത്തെമ്പാടും ഈ പ്രസ്ഥാനം നിലവിലുണ്ട്. ഇന്ത്യയിലല്ല ഇതാദ്യം ഉണ്ടായത്. സഹകരണം എന്ന് പറയുന്ന ആശയം, സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക രൂപം ഉണ്ടായത് ഇംഗ്ലണ്ടിലാണ്. നിങ്ങളിൽ പലർക്കും ഈ കാര്യങ്ങളെല്ലാം അറിയാം. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി ജോലി നഷ്ടപ്പെട്ട, തൊഴിൽ നഷ്ടപ്പെട്ട, പട്ടിണിയിലകപ്പെട്ട, മരുന്ന് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ എന്ത് വേണമിനി എന്ന ആലോചനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം രൂപപ്പെടുന്നത്. 28 നെയ്ത്ത് തൊഴിലാളികളുടെ മനസ്സിൽ നിന്നുണ്ടായ ഒരു ആശയമാണ് സഹകരണം എന്ന് പറയുന്നത്. ആ 28 നെയ്ത്ത് തൊഴിലാളികൾ അവരുടെ അന്നന്നത്തെ വക കണ്ടെത്തുന്നതിനുള്ള തൊഴിൽ നഷ്ടമായപ്പോൾ, മിൽത്തുണികൾ ധാരാളം വിപണിയിലേക്ക് വന്നപ്പോൾ നെയ്ത്ത് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. നെയ്ത്ത് തൊഴിലാളികളുടെ വിരൽ മുറിച്ച ചരിത്രമൊക്കെ നമുക്കുമൊക്കെ പറയാനുണ്ട്. അങ്ങനെയുള്ള നെയ്ത്ത് തൊഴിലാളികളുടെ മനസ്സിൽ നിന്നുണ്ടായ ഒരു ആശയമാണ് സഹകരണ സംഘം എന്നുള്ളത്. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി എന്ന് അവർ രൂപീകരിച്ച ഇക്വിറ്റബിൾ സൊസൈറ്റിയാണ് പിന്നീട് ലോകത്തിൻ്റെ നെറുകയിലേക്ക് വളർന്നു കയറിയ സഹകരണ സംഘങ്ങളായി മാറിയത്. ഇന്ന് ഈ സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ICA എന്ന സ്ഥാപനമാണ്, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഇപ്പം ലോകത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് നമ്മുടെ സഹകരണ സംഘങ്ങൾക്ക് എന്ന് മനസ്സിലാക്കാനാണ് ഞാനത് പറഞ്ഞത്. ഐക്യരാഷ്ട്ര സംഘടന 2030 ആകുമ്പോഴേക്കും സുസ്ഥിര വികസനം നേടണം എന്നതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈ സുസ്ഥിര വികസനം നേടിയെടുക്കുന്നതിന് വേണ്ടി ലോകത്തെ സഹകരണ സംഘങ്ങളോടാണ് അവർ ആവശ്യപ്പെട്ടത്. ICAയിലൂടെ 2016 മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യമാണ് നോ വൺ ലെഫ്റ്റ് ബിഹൈൻഡ്. ആരെയും ഒഴിവാക്കരുത്. സഹകരണ സംഘങ്ങളിൽ നിന്നും ഒരാളെയും ഒഴിവാക്കരുത്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ സഹകരണ സംഘം മുന്നോട്ട് പോകാൻ. ഇത് ഐക്യരാഷ്ട്ര സംഘടന ലോകത്തെ സഹകാരികളോട് പറഞ്ഞതാണ്. അതിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലും സഹകരണ പ്രസ്ഥാനം വളർന്നു വരുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. കേരളത്തിൽ തന്നെ സഹകരണ മേഖലയുടെ ഒരു പ്രധാന കേന്ദ്രം, ഈറ്റില്ലം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ല. ഏറ്റവും കൂടുതൽ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ജില്ല, സഹകരണ സംഘങ്ങളുടെ തലസ്ഥാനം എന്ന് വിളിക്കാവുന്ന ഒരു പ്രദേശം. ഇവിടുത്തെ ആളുകളും ഈ നിലയിൽ വലിയ കഷ്ടത അനുഭവിച്ച ആളുകളാണ്. 1951 കടവത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. 52 അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനും മുമ്പേ തന്നെ ഈ നാട്ടിൽ ധാരാളം സഹകരണ സംഘങ്ങൾ, ഐക്യനാണയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 1930-40കളിൽ കടുത്ത ദാരിദ്ര്യം നേരിട്ടിരുന്ന ഒരു കാലത്ത്, കൊടിയ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത്, വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ സാധിക്കാതെ അച്ഛനമ്മമാർ തെരുവിൽ അലയുന്ന ഒരു കാലത്ത് സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുകയും സഹകരണ കൺസ്യൂമർ സ്റ്റോറുകൾ ഉണ്ടാക്കുകയും അതുവഴി റേഷൻ സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് അന്നത്തെ കൊടിയ ദാരിദ്ര്യത്തെ നേരിട്ടത്. ഇതൊക്കെ നിങ്ങളിൽ പൂർവികരായ ആളുകൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്കറിയാം. അന്ന് ഈ കൊടിയ പട്ടിണി കിടക്കുന്ന കാലത്ത് 5 രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ അരി വാങ്ങി വീട്ടിലെ കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറ്റാൻ സാധിക്കുമായിരുന്നു. ആ 5 രൂപ സ്വന്തം കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറ്റി വെച്ചുകൊണ്ട്, വീട്ടിലെ കുട്ടികളുടെ പട്ടിണി മാറ്റി വെച്ചുകൊണ്ട് ആ 5 രൂപയെടുത്ത് സഹകരണ സംഘങ്ങളിൽ ഓഹരി എടുത്ത ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ നാടിലെ സഹകരണ സംഘത്തിന് വേണ്ടി ആ 5 രൂപയുടെ ഓഹരി എടുത്തുകൊണ്ട് സംഘങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് നിങ്ങളെല്ലാവരും. ആ 5 രൂപ വിട്ടുകൊടുത്തുകൊണ്ട്
കുഞ്ഞുങ്ങളുടെ പട്ടിണി അവിടെ വെച്ചുകൊണ്ട് സംഘങ്ങൾ ഉണ്ടാക്കിയ ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. തീർച്ചയായും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമാണ്. കടവത്തൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്ന നെഹ്റു പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്തെ ദേവാലയം നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഈ ബാങ്ക് നൽകിയ സേവനങ്ങൾ എത്ര വലുതായിരിക്കുമെന്ന് എന്നെക്കാൾ നന്നായി നിങ്ങൾക്കാണ് അറിയുക. നമ്മുടെയൊക്കെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ഈ ബാങ്കിൻ്റെ സ്വാധീനം എത്ര വലുതായിരിക്കും. ഒരത്യാവശ്യം വരുമ്പോൾ ഓടിച്ചെന്ന് 5000 രൂപയോ 10,000 രൂപയോ കടം വാങ്ങിയ കഥകൾ നിങ്ങളിൽ ഓരോരുത്തർക്കും പറയാനുണ്ടാവും. അന്ന് ഏതെങ്കിലും സ്വകാര്യ പണമിടപാടുകാരനോട് 10,000 രൂപ ചോദിച്ചാൽ നമുക്ക് 9,900 മാത്രമേ തരൂ. അന്നത്തെ പലിശ 100 രൂപ മാറ്റി വെച്ചിട്ടാണ് തരിക. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം സർവീസ് സഹകരണ ബാങ്കുകളുടെ പ്രസക്തി മനസ്സിലാക്കുന്നത്. കടവത്തൂർ ബാങ്ക് ഇന്ന് ബാലാരിഷ്ടതകളുള്ള ഒരു സഹകരണ സംഘം എന്നതിൽ നിന്നും മാറി നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കായി മാറിയിരിക്കുകയാണ്. നാട്ടുകാർക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേര് കടവത്തൂർ ബാങ്ക് എന്നുള്ള. കടവത്തൂർ ബാങ്ക് പരിഗണിച്ചതിന് ശേഷമാണ് നിങ്ങളിൽ ഓരോരുത്തരും മറ്റൊരു ബാങ്കിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ആലോചിക്കുന്നത്. കാരണം ഈ ബാങ്ക് നിങ്ങളിൽ ഓരോരുത്തരിലും അത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നടക്കുന്ന വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു സ്ഥാപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനം. വർഷങ്ങൾക്ക് മുമ്പ് ഓണക്കാലങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിലക്കയറ്റം, പ്രത്യേകിച്ച് ഓണക്കാലത്ത്. കാരണം ഓണക്കാലത്ത് സാധനങ്ങളെല്ലാം പൂഴ്ത്തിവെക്കപ്പെടും. സ്വകാര്യ കച്ചവടക്കാർ സാധനങ്ങൾ പൂഴ്ത്തിവെക്കുകയും കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാക്കുകയും ആ വിലക്കയറ്റത്തിൻ്റെ നേട്ടം മുഴുവൻ ഈ സ്വകാര്യ കച്ചവടക്കാർ കൊയ്യുകയും ചെയ്യുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം നമുക്ക് ഇല്ലാതായത് എങ്ങനെയാണ്? നമ്മൾ ഇന്നലെകളെ മറന്നു പോകാൻ പാടില്ല. ഓണച്ചന്തകൾ വഴിയാണ് കമ്പോളത്തിൽ ഇടപെടാൻ കേരളം തയ്യാറായത്. മാവേലി സ്റ്റോറുകൾ മാത്രമല്ല, മാവേലി സ്റ്റോറുകളിലൂടെ വലിയ തോതിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ സർവീസ് സഹകരണ സംഘങ്ങൾ ഗ്രാമാന്തരങ്ങളിൽ അവിടങ്ങളിലും ഇവിടങ്ങളിലുമായി ചെറിയ തോതിൽ തുടങ്ങിയ ഓണച്ചന്തകൾ എത്രമാത്രം കമ്പോളത്തിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ഇൻ്റർവെൻഷൻ, കമ്പോളത്തിലെ ഇടപെടൽ എന്ന് പറയുന്നത് നമ്മുടെ സഹകരണ നിയമത്തിൻ്റെ പീഠികയിൽ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ് കമ്പോളത്തിൽ ഇടപെടുക എന്നുള്ളത്, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. ആ ഒരു കാര്യം ഏറ്റവും കൂടുതൽ നിർവഹിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. കമ്പോളത്തിൽ ഇടപെടുന്നത് നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്ന കമ്പോളത്തിൽ മാത്രമല്ല ഇന്ന് നമ്മുടെ സഹകരണ സംഘങ്ങൾ ഇടപെടുന്നത്. നിങ്ങളുടെ കടവത്തൂർ ബാങ്ക് പോലും ഇന്ന് ഇടപെടുന്നത് ആരോഗ്യ മേഖലയിൽ വളരെ ശക്തമായി ഇടപെടുന്നു. 2 ലാബുകൾ നമ്മുടെ ബാങ്കിൻ്റെ വകയായിട്ട് പ്രവർത്തിക്കുന്നു. സ്വകാര്യ ലാബുകൾ ഈടാക്കുന്ന അന്യായമായ ഫീസ് നമുക്കറിയാം. സ്വകാര്യ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ലാബിൽ പോയാൽ ഓരോ പരിശോധനക്കും എത്ര രൂപയാണ് നമ്മളിൽ നിന്ന് ഈടാക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അവിടെയാണ് നമ്മുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. നമ്മുടെ മെമ്പർമാർക്ക്, ഈ പ്രദേശത്തെ ആളുകൾക്ക് ചെറിയ ചെലവിൽ രക്തപരിശോധന നടത്തുവാനും രോഗനിർണയം നടത്തുവാനും സാധിക്കുന്നു എന്നത് ഈ ബാങ്ക് നിർവഹിക്കുന്ന ഒരു സേവനമാണ്. ബാങ്ക് അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കുന്നില്ല. അതിൽ നിന്ന് വലിയ ലാഭമുണ്ടാക്കി കളയാം എന്നുള്ളൊരാലോചനയില്ല. പകരം വരുമാനവും ചെലവും ഒത്തുപോകുന്ന തരത്തിൽ നമ്മുടെ മെമ്പർമാർക്ക് ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ള നിലയിലാണ്
നമ്മുടെ നീതി മെഡിക്കൽ സ്റ്റോറുകളും ലാബുകളും പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സ്ഥാപനങ്ങൾ നിലനിന്നു പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നത്. ഇത്തരം നീതി മെഡിക്കൽ സ്റ്റോറുകളും നീതി ലാബുകളും ഉണ്ടായിരുന്നില്ല എങ്കിൽ ആംബുലൻസ് പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു ആംബുലൻസ് വിളിച്ചാൽ എത്ര തുക നമ്മൾ പുറത്തു കൊടുക്കണം? ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ, ഹെൽത്ത് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു പുതിയ ആശയമാണ്. ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് കടവത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ആരോഗ്യ മേഖലയിൽ ഇടപെടുന്നത്. വലിയ ആശുപത്രികൾ ഉണ്ടാക്കിയാലേ ആരോഗ്യ മേഖലയിൽ ഇടപെട്ടുകൂടൂ എന്നില്ല. വളരെ സാധാരണക്കാരായ ആളുകളുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ സംഘം ആ നാടിൻ്റെ ദേവാലയമായി മാറുന്നത്. നെഹ്റു പറഞ്ഞത് അന്വർത്ഥമായി തീരുന്നത്. സഹകരണം എന്ന് പറയുന്നത് എല്ലാവരും കൂടിച്ചേർന്ന് നടത്തുന്ന ഒരു വലിയ എക്സർസൈസാണ്. മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു, എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു, ഞാനും നിങ്ങളും ചേർന്നാലോ? മദർ തെരേസ ഒരു പൊതുയോഗത്തിൽ ഒരു യോഗത്തിൽ ചോദിച്ചതാണ്. ഒരുപാട് അമ്മമാരും ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു യോഗത്തിൽ ചോദിച്ചതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കുന്നു, എന്നാൽ ഞാനും നിങ്ങളും ചേർന്നാലോ വലിയ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. വി ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ് എന്നാണ് മദർ തെരേസ പറഞ്ഞത്. ആ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യത്തെയാണ് നാം സഹകരണം എന്ന് വിളിക്കുന്നത്. അതിൽ പുരുഷന്മാർ സ്ത്രീകൾ എന്നുള്ള വിവേചനമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ ചേർന്ന് നിൽക്കുമ്പോഴാണ് സഹകരണം എന്ന് പറയുന്ന വലിയ ആശയത്തിന് മൂർച്ച കൂടുക. അതുകൊണ്ട് തന്നെ നമുക്കെതിരെ തിരിയുന്ന ഏതൊരു കമ്പോള ശക്തികളെയും പിടിച്ചു നിൽക്കാൻ, പ്രതിരോധിക്കുവാൻ ഒരു വലിയ പ്രതിരോധ മരുന്നായി കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ ബാങ്കിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത്. KR മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ വളരെ പ്രസിദ്ധമാണ്. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും, പലരും വായിച്ചിട്ടുണ്ട്. ആ നോവലിൻ്റെ 143-ാം പേജിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അച്ഛൻ ആരാച്ചാറാണ്. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം മൂലം വിരമിക്കാൻ സമയമായി. മകൾക്ക് ആ ജോലി വാങ്ങിച്ചു കൊടുക്കണം, ആരാച്ചാറുടെ ജോലി. നമ്മളൊക്കെ മകൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ജോലി എന്താണ്? പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചത് മകൾക്ക് ആ ആരാച്ചാറുടെ ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്നാണ്. അങ്ങനെ ആരാച്ചാറുടെ ജോലിയിലേക്ക് പോകുന്ന സന്ദർഭങ്ങളാണ് ആ നോവലിലേക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം വിവരിക്കുന്നത്. ഒരു ദിവസം ഈ മകൾ ആരാച്ചാറായി മാറാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് അവിടുത്തെ ഒരു ചാനലിൻ്റെ റിപ്പോർട്ടർ ഓരോ ദിവസവും ഈ കുട്ടിയുടെ കൂടെ നടന്ന് കുട്ടിയുടെ ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തുകയാണ്. അത് അപ്പോൾ ലൈവായിട്ട് ചാനൽ സംപ്രേഷണം ചെയ്യും. അങ്ങനെ എല്ലാ ദിവസവും ഈ കുട്ടിയുടെ കൂടെ ഈ ചാനൽ റിപ്പോർട്ടർ പോകും, വൈകുന്നേരം തിരിച്ചു വരും. ഈ ചാനൽ റിപ്പോർട്ടറെ കൊണ്ട് തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഈ അച്ഛൻ ആഗ്രഹവുമുണ്ട്. ഒരു ദിവസം ഈ മകൾ വീട്ടിലേക്ക് കയറാൻ വൈകി. ഇരുട്ടിയതിന് ശേഷമാണ് മകൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അച്ഛൻ്റെ അമ്മ മുത്തശ്ശി ഈ മകളോട് പറയുന്നൊരു കാര്യമുണ്ട്. മോളെ, ഒരു പുരുഷന് അവനെ ആഹ്ലാദിപ്പിക്കുന്നവളെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. എന്നാൽ ഒരു സ്ത്രീക്ക് അവളെ വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാൻ കഴിയും. മുത്തശ്ശി, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത മുത്തശ്ശി ഈ പേരക്കുട്ടിയോട് പറഞ്ഞതാ. മകൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി.
അന്ന് വീട്ടിലേക്ക് വരാൻ വൈകാനുള്ള കാരണം എന്തായിരുന്നു എന്നറിയോ? ഈ ചാനൽ റിപ്പോർട്ടറുടെ കൂടെ ഈ കുട്ടി പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരാളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് ഈ ചാനൽ റിപ്പോർട്ടർ ആ കുട്ടിയെ കടന്നു പിടിക്കുന്നു. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ആയിട്ട് പോലും ആ കുട്ടിയെ ശാരീരികമായി അല്പം വേദനിപ്പിക്കുന്നു. അവിടെ നിന്നാണ് ഈ കുട്ടി ഇറങ്ങി വരുന്നത്. അതും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് മുത്തശ്ശി CCTV ക്യാമറയിൽ കണ്ടതുപോലെ മകളോട് പറയുന്നത്, മകളെ, ഒരു പുരുഷന് അവനെ ആഹ്ലാദിപ്പിക്കുന്നവളെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ, എന്നാൽ ഒരു സ്ത്രീക്ക് അവളെ വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാൻ കഴിയും. തന്നെ വേദനിപ്പിച്ച തൻ്റെ പ്രതിശ്രുത വരനെ, തൻ്റെ കാമുകനെ അല്ലെങ്കിൽ പ്രതിശ്രുത വരനെ, ഭർത്താവാകാൻ പോകുന്ന ആളെ ഞാൻ ഇഷ്ടപ്പെടേണ്ടി വരുന്നു. വേദനിപ്പിച്ച പുരുഷനെയും ഞാൻ ഇഷ്ടപ്പെടേണ്ടി വരുന്നു എന്ന സത്യം ആ മകൾ മനസ്സിലാക്കണം. പുരുഷന്മാർക്കില്ലാത്ത ഒരു വലിയ കഴിവിനെ കുറിച്ചാണ് KR മീര തൻ്റെ നോവലിലൂടെ, ആരാച്ചാർ എന്ന് പറയുന്ന നോവലിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. സ്ത്രീകളുടെ ആ ഒരു വലിയ കഴിവ്, വേദനിപ്പിക്കുന്നവരെയും സ്നേഹിക്കാനുള്ള സ്ത്രീകളുടെ ആ ഒരു വലിയ കഴിവിനെയാണ് ആ നോവലിൽ അടിവരയിട്ട് പറയുന്നത്. അതാണ് ആ നോവലിൻ്റെ അന്തസത്തയും. എന്താണ് ആരാച്ചാർ എന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ വരിയാണ് ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ. ഒരുപാട് അവാർഡ് കിട്ടിയ പുസ്തകം. സ്ത്രീകളുടെ ശക്തി അത്രമാത്രം വലുതാണ്. സ്ത്രീകൾക്ക് സഹകരണ സംഘങ്ങളെ നയിക്കാൻ സാധിക്കും. കാരണം അവർക്ക് വേദനിപ്പിക്കുന്നവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് പുരുഷന്മാർക്ക് പറ്റില്ല. നമുക്കൊക്കെ കുടുംബത്തിൽ കുടുംബിനികൾ കൂടെ നിൽക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ്. വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാനുള്ള സ്ത്രീകളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് നമ്മുടെ പുരുഷന്മാർക്കെല്ലാം വീട്ടിൽ ആളുണ്ടാവുന്നത്. തീർച്ചയായും കടവത്തൂർ ബാങ്കിനെ സംബന്ധിച്ച് സ്ത്രീകളുടെ ഒരു വലിയ അംഗനിര ഉണ്ട്. ആ സ്ത്രീകളുടെ വലിയ ഒരു പടയെ ബാങ്കിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ സന്ദർഭം ആ നിലയിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളെല്ലാം കുടുംബശ്രീ യൂണിറ്റുകളിലൊക്കെ അംഗമായിരിക്കും. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ലിങ്കേജ് വായ്പകൾ നൽകി കുടുംബശ്രീ യൂണിറ്റുകളെ ഒരു ഫിനാൻഷ്യൽ യൂണിറ്റായിട്ട് മാറ്റിയത് കേരളത്തിലെ സഹകരണ സംഘങ്ങളാണ്. മൈക്രോ ലെവൽ ഫിനാൻസ്, ഇതാണ് കുടുംബശ്രീകൾ രൂപീകരിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അന്ന് ലക്ഷ്യമിട്ടിരിക്കുന്നത്. മൈക്രോ ലെവൽ ഫിനാൻസ്. ദേശസാൽകൃത ബാങ്കുകളായിരുന്നു ആദ്യം അതിൻ്റെ ഫൈനാൻസിങ് ഒക്കെ ചെയ്തത്. പിന്നീട് അത് സഹകരണ സംഘങ്ങൾ ഏറ്റെടുത്തു. മൈക്രോ ലെവൽ ഫിനാൻസ്, സൂക്ഷ്മ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഏറ്റവും സൂക്ഷ്മമായ ഒരു കുടുംബത്തിലെ സ്ത്രീകൾ എന്ന് പറയുന്നത് കുടുംബത്തിലെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളാണ്. ഒരു കാലഘട്ടത്തിൽ പുരുഷനാണ് വരുമാനദായകരായ ആളുകളെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. കുടുംബത്തിലെ സ്ത്രീകളും വരുമാനം കൊണ്ടുവരുന്ന ആളുകളായി മാറി. ഈ വരുമാനം കൊണ്ടുവരുമ്പോൾ അവർക്കുണ്ടാവുന്ന ആത്മാഭിമാനം, സ്വത്വബോധം, ഞാനെന്ന് പറയുന്ന ഒരാൾ എന്തിനും മറ്റുള്ളവരുടെ നേരെ കൈനീട്ടിക്കൊണ്ട് നിൽക്കാനുള്ളവരല്ല എന്ന് ആത്മബോധത്തോടു കൂടി വിളിച്ചു പറയാൻ സാധിക്കുന്ന ആളുകളായി നമ്മുടെ സ്ത്രീകൾ മാറി. അങ്ങനെ മാറ്റിയെടുക്കുന്നതിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വലിയ പങ്കുണ്ട്. ആ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ലിങ്കേജ് വായ്പകൾ നൽകുന്ന സഹകരണ സംഘങ്ങൾ വളരെ കൂടുതലാണ്. മിക്കവാറും എല്ലാ ബാങ്കുകളും അത് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കേജ് വായ്പകൾ നിങ്ങൾ കൃത്യമായി തിരിച്ചടച്ച് സംഘത്തിൻ്റെ നിലനിൽപ്പ് ഭദ്രമാക്കണമെന്നുള്ളതാണ്. മാത്രവുമല്ല, സ്വകാര്യ ബാങ്കുകൾ ഈ രംഗത്തേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ പുതുതായി നിലവിൽ വന്ന ഇസാഫ് ബാങ്കുകളൊക്കെ, അങ്ങനെ ഒരു ബാങ്കിൻ്റെ പേര് ഞാൻ എടുത്തു പറയുന്നത് ശരിയല്ലെങ്കിലും അതുപോലുള്ള ഒരുപാട് ഞാൻ പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. ഇസാഫ്, ICICI തുടങ്ങിയ സ്വകാര്യ ബാങ്കുകളൊക്കെ ഈ രംഗത്തേക്കാണ് കടന്നു വരുന്നത്. എന്തുകൊണ്ട് ഈ രംഗത്തേക്ക് അത്തരം ആളുകൾ കടന്നു വരുന്നു? ഈ രംഗത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണ്.
ഇപ്പം സ്ത്രീകളുടെ മൈക്രോ ലെവൽ ഫിനാൻസിങ്ങിൽ കുടുംബതലത്തിലുള്ള സൂക്ഷ്മ സാമ്പത്തിക ഇടപാടുകളിൽ അവർക്ക് ഇടപെടാൻ സാധിക്കുന്നുവെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക്, കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകൾക്ക് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് അവരല്ല. മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ സഹകരണ സംഘങ്ങളാണ്. ഈ സഹകരണ സംഘങ്ങൾ നൽകുന്ന വായ്പകൾ വാങ്ങി നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾ നല്ല ഒരു നിലയിൽ എത്തിയ ശേഷമാണ് ഇത്തരം ആളുകൾ അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്നത്. അത് അനുവദിക്കാൻ പാടില്ല. ഈ സംഘം നിങ്ങളുടേതാണ്. കടവത്തൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയുമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്നവരാണ്. അതിലേക്ക് 3 സ്ത്രീകളെ നിർബന്ധമായും ഭരണസമിതിയിലേക്ക് കൊണ്ടുവരണമെന്നത് നമ്മുടെ നിയമത്തിലുള്ള വ്യവസ്ഥയാണ്. ആ സ്ത്രീകളിൽ ഒരാൾ നിർബന്ധമായും 40 വയസ്സിൽ ചുവടെയുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായ ആളുകൾക്ക് സഹകരണ സംഘത്തിൽ ഭരണ നേതൃത്വത്തിൽ സ്വാധീനമുണ്ടാകണം. അതാണ് ആഗ്രഹിക്കുന്നത്. നിയമം ആഗ്രഹിക്കുന്നത് അതാണ്. കഴിഞ്ഞ വർഷം നിലവിൽ വന്ന കേരളത്തിലെ സഹകരണ നിയമ ഭേദഗതിയിൽ ഊന്നി പറയുന്ന ഒരു കാര്യം അതാണ്. ചെറുപ്പക്കാരായ 2 പേരെങ്കിലും, 40 വയസ്സിൽ താഴെയുള്ള 2 പേരെങ്കിലും ഭരണസമിതിയിലേക്ക് വരണം. അതിലൊരാൾ നിർബന്ധമായും സ്ത്രീകളായിരിക്കണം. ആ 3 സംവരണ സ്ത്രീകളുടെ സീറ്റിൽ ഒരാൾ 40 വയസ്സിൽ താഴെയായിരിക്കണം. ഞാൻ ആരാച്ചാരുടെ കഥ പറഞ്ഞത് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. വേദനിപ്പിക്കുന്ന പുരുഷനെയും സ്നേഹിക്കാൻ കഴിവുള്ള സ്ത്രീകളെയാണ് നാം ഭരണസമിതിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ത്രീകളുടെ വലിയൊരു കരുത്താണ് നമുക്ക് ആവശ്യം. ചെറുപ്പക്കാരുടെ വലിയൊരു നിര ഈ സഹകരണ സംഘങ്ങളുടെ പിറകിൽ ഉണ്ടാവണം. അവരാണ് നാളെ ഈ സംഘത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മുടെ മക്കളിൽ പലരും കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ഒക്കെ ആയിട്ടുണ്ടാവും. അവരുടെ സമ്പാദ്യം നമ്മുടെ സംഘങ്ങളിലൂടെ മൊബിലൈസ് ചെയ്യാൻ നാം തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അവർ ക്രിപ്റ്റോ കറൻസിയുടെയൊക്കെ പിറകെ പോകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ മക്കൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ മുംബൈയിൽ ജോലി ചെയ്യുന്നതും അവരൊക്കെ പണം ഇത്തരത്തിലുള്ള ഭാവിയിൽ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഇടപാടുകളിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. സഹകരണ സംഘങ്ങളുടെ പ്രാധാന്യം, കടവത്തൂർ ബാങ്കിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ കടവത്തൂർ ബാങ്ക് എങ്ങനെയാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ചാലകശക്തിയായി മാറിയത്? നമ്മളൊക്കെ നമ്മളാകുന്നതിൽ എങ്ങനെയാണ് കടവത്തൂർ ബാങ്ക് നമ്മെ സഹായിച്ചിട്ടുള്ളത് എന്ന് നാം നമ്മുടെ പുതിയ തലമുറയെ പറഞ്ഞു കൊടുക്കണം. പുതിയ തലമുറ സഹകരണ സംഘങ്ങളിൽ വരാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ പുതിയ ഇടപാട് സമ്പ്രദായങ്ങൾ സഹകരണ സംഘങ്ങൾ നൽകുന്നില്ല. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങളിൽ ഇടപാട് നടത്താൻ ഗൂഗിൾ പേ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അവിടെ സാധിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് പൊതുവെ പറയാം. പക്ഷേ നിങ്ങളുടെ ബാങ്ക് അതും നേടിയിട്ടുള്ള ബാങ്കാണ്. പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബാങ്കിൽ നിന്നും ഗൂഗിൾ പേ പോലുള്ള എല്ലാവിധ ട്രാൻസ്ഫർ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. UPI സംവിധാനം മുഴുവൻ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും സൗകര്യങ്ങൾ ഒരു സഹകരണ ബാങ്ക് ഒരുക്കുന്നുണ്ടെങ്കിൽ ആ സഹകരണ ബാങ്കിനെ ചേർത്ത് നിർത്തണമോ വേണ്ടയോ എന്ന് നാം ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത്. ലോകം വലിയ പ്രതിസന്ധികളിലൂടെ പലപ്പോഴും കടന്നുപോയിട്ടുണ്ട്. 2020 നാം കണ്ട പ്രതിസന്ധി വളരെ വലുതാണ്. ലോകത്തെ നിശ്ചലമാക്കിയ കോവിഡ് പോലുള്ള മഹാരോഗങ്ങൾ നമ്മെ തളർത്തിയപ്പോൾ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ 10,000 രൂപ നൽകിയത് നമ്മുടെ സഹകരണ സംഘങ്ങളാണ്. അവർക്ക് മൊബൈൽ ഫോൺ അല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല മക്കൾക്ക് പഠിക്കാൻ. ആ മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് സാമ്പത്തിക സൗകര്യങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങൾക്ക് 10,000 രൂപ സഹകരണ സംഘം ഒരു പലിശ പോലും വാങ്ങിക്കാതെ, 1 രൂപ പലിശ വാങ്ങിക്കാതെ നമ്മുടെ സഹകരണ സംഘങ്ങളാണെന്ന് 10,000 രൂപ ഓരോ വീട്ടുകാർക്കും കൊടുത്തത്.
അത് കൊടുത്ത് റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ ഞങ്ങളെയൊക്കെ അന്നത്തെ രജിസ്ട്രാർ PB നോഹ് സാർ എത്രമാത്രം ശകാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുക. അവരുടെയൊക്കെ കാഴ്ചപ്പാട് അന്ന് കോവിഡ് കാലത്ത് ആ 10,000 രൂപ കുട്ടികളിൽ എത്തിക്കാൻ, ആ മൊബൈൽ ഫോണിലൂടെ അവർ സൂം മീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്, ഗൂഗിൾ മീറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പഠിച്ചത്. പക്ഷേ നമ്മുടെ മക്കളുടെ പഠനം നിന്നുപോയില്ല. അവർക്ക് 1 വർഷം നഷ്ടമായില്ല. ഇല്ലെങ്കിൽ 1-2 വർഷം അവർക്ക് നഷ്ടമാകുമായിരുന്നു. ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമാണത്. ഈ പ്രസ്ഥാനം നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായിരുന്നു അത്. ലോകം നിശ്ചലമായപ്പോൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ചത് ഈ സഹകരണ സംഘമാണ്. പുതിയ വ്യാപാരത്തിന് സാധ്യത തുറന്നു വെച്ച ഒരു പ്രതിസന്ധി കൂടിയായിരുന്നു കോവിഡ്. നിങ്ങൾക്കറിയാം, ഇന്ന് ഓൺലൈൻ വ്യാപാരം ഇത്രമാത്രം വ്യാപകമാകുന്നത് ഈ കോവിഡിന് ശേഷമാണ്. ഓൺലൈൻ വസ്ത്രങ്ങളായാലും ഓൺലൈൻ ഭക്ഷണമായാലും ഇന്ന് വലിയ തോതിൽ വ്യാപാരം നടക്കുന്നുണ്ട്. നിങ്ങളറിയാതെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര പാക്കറ്റ് ഭക്ഷണം വരുന്നുണ്ട് എന്നറിയുമോ? നിങ്ങൾ അറിയണമെന്നില്ല. അവർക്ക് നിങ്ങളുടെ ഫോൺ മാത്രം മതി. ആ ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ മക്കൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നുണ്ട്. എത്ര വണ്ടികളാണ് വൈകുന്നേരവും നമ്മുടെ വീട്ടിന് മുന്നിലൂടെ ചെറുപ്പക്കാരായ ആളുകൾ, മാഫൂസും അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുടെ പേരിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ തൊഴിൽ മേഖലയാണ്. അത്തരം സാധ്യതകൾ, ഏതൊരു പ്രതിസന്ധിയും അത്തരം സാധ്യതകൾ തുറന്നു വെക്കും. അല്ലാതെ പ്രതിസന്ധിയായിട്ട് മാറി നിൽക്കില്ല. ഇപ്പം സഹകരണ ബാങ്കുകളെ കുറിച്ചിട്ടും വലിയ ആക്ഷേപം ഉയർന്ന വർഷങ്ങളാണ് കടന്നുപോയത്. 2020 മുതൽ സഹകരണ മേഖലയിലെ വലിയ പ്രതിസന്ധികളെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ പ്രതിസന്ധി നേരിട്ട് കണ്ട കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ വിഷയങ്ങൾ, കരുവന്നൂർ പോലുള്ള വലിയ വിഷയങ്ങൾ, കേരളത്തിലെ സഹകരണ മേഖലയെ പിടിച്ച് കുലുക്കിയ സംഭവങ്ങൾ. പ്രശ്നങ്ങളില്ലെന്നല്ല അതിൻ്റെ അർത്ഥം, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളെ മറികടക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു. 36 റിട്ട് പെറ്റീഷനുകളാണ് കേരള ഹൈക്കോടതിയിൽ വന്നത്. നാം അതിനെ നേരിട്ടു, ശക്തമായി നേരിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ നിയമ ഭേദഗതി ഉണ്ടായത്. ആ സഹകരണ നിയമ ഭേദഗതിയുടെ ഭാഗമായി സംഭവിച്ചത് എന്താണ്? സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കൂടുതൽ ജാഗ്രത പാലിക്കണം. ഇതാണ് ആ നിയമത്തിൻ്റെ ഉള്ളടക്കം. ഇല്ലെങ്കിൽ അവരെ ഞങ്ങൾ വെറുതെ വിടില്ല, അവരെ നിയമം വെറുതെ വിടില്ല, ജീവനക്കാരെയും ഭരണസമിതി അംഗങ്ങളെയും. ഈ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളാണ്. അവർ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിലാണ് അവർ ഇവിടെ ഭരണം നടത്തുന്നത്. അവർ സത്യസന്ധമായി കാര്യങ്ങൾ നടത്തണം. ഇല്ല എങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന നിലയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സ്വാഭാവികമായും നമ്മുടെ പ്രശ്നം എന്താണ്? നിക്ഷേപം നടത്തിയ നിക്ഷേപകന് പണം മടക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പല ബാങ്കുകളും നേരിടുന്ന പ്രശ്നം. എന്തുകൊണ്ട് എന്ന് നാം ഓരോരുത്തരും അത് ആലോചിക്കണം. അത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കും. നിങ്ങളിൽ നിക്ഷേപകരിരിപ്പുണ്ട്, വായ്പയെടുത്ത ആളുകൾ ഇരിപ്പുണ്ട്. എല്ലാവരും ചേർന്ന ഒരു മീറ്റിംഗാണിത്, ഒരു സമ്മേളനമാണിത്. നിക്ഷേപം നടത്തിയ ആളുകൾക്ക് നിക്ഷേപം മടക്കി കൊടുക്കണം, തീർച്ചയാണ്. നമ്മളെ ബാങ്ക് എന്താണ് ചെയ്യുന്നത്? ആ നിക്ഷേപം കൊണ്ട് ബാങ്ക് ആ നിക്ഷേപമാണ് വായ്പയായി നൽകുന്നത്. നിക്ഷേപത്തിൻ്റെ 70% ബാങ്ക് വായ്പയായിട്ട് നൽകും. ബാക്കി തുക അവർ സുരക്ഷിത കരങ്ങളിൽ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ വാങ്ങുന്ന വായ്പകൾ കൃത്യമായ ഇടവേളകളിൽ ബാങ്കിന് തന്നെ തിരിച്ചടച്ചാൽ ബാങ്കിനൊരു പ്രതിസന്ധിയും ഉണ്ടാവില്ല. മാസഗഡുക്കളായിട്ട് അടക്കേണ്ട വായ്പകൾ മാസഗഡുക്കളായി തന്നെ അടക്കാൻ നമ്മൾ ശീലിക്കണം. ഇപ്പം നമ്മളുടെ പ്രധാനപ്പെട്ട പ്രശ്നം, വായ്പ എടുത്താൽ അത് അടക്കണ്ട, അത് ചിലപ്പോൾ എഴുതിത്തള്ളും എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷകളാണ്. അങ്ങനെ നടക്കില്ല. ഒരു കാലത്ത് ഒരു രാജ്യത്തും അങ്ങനെ നടക്കില്ല. 2008 കുറേ കാർഷിക വായ്പകൾ കുറച്ച് എഴുതിത്തള്ളി എന്നുള്ളത് കൊണ്ട് എല്ലാ കാലവും അത് നടക്കുന്ന കാര്യമല്ല. ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്.
ഈ വായ്പ നൽകിയത് കടവത്തൂർ ബാങ്ക്, ഈ വായ്പകളെല്ലാം നൽകുന്നത് കടവത്തൂർ ബാങ്കിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച നിക്ഷേപങ്ങളിൽ നിന്നാണ്. അപ്പം ആ നിക്ഷേപകരോട് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. മെമ്പർമാരോട് സംഘത്തിനുള്ള ഉത്തരവാദിത്വം എത്ര വലുതാണോ അതേപോലെ നിക്ഷേപകരോടും നമ്മുടെ സംഘത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കൊടുത്ത വായ്പ തിരിച്ചടക്കണം. അത് മാസഗഡുക്കളായിട്ട് തിരിച്ചെടുക്കണം. അല്ലാതെ മാർച്ച് 31 തലേ ദിവസം ഇതെല്ലാം പുതുക്കി കളയാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ സംഘത്തിൻ്റെ നിലനിൽപ്പിന് അത്ര ഗുണകരമല്ല. വായ്പ പുതുക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ സേവിങ്സിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ സംഘത്തിലേക്ക് മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വായ്പ പൂർണ്ണമായും പോകും. അതിനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾ രൂപപ്പെടുത്തി എടുക്കുക, പരുവപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ബാങ്കായിരിക്കും കണ്ണൂർ ജില്ലയിലെ നമ്പർ 1 ബാങ്ക്. ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഈ വർഷം ലാഭത്തിലാണ്. എങ്ങനെയാണ് ഈ ബാങ്ക് ലാഭത്തിലായത്? നിങ്ങളുടെ സഹകരണം കൊണ്ടാണ്, നിങ്ങളുടെ സഹകരണം കൊണ്ടാണ്. ഒരു ബാങ്ക് ലാഭത്തിലാവുക എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന നേട്ടം വളരെ വലുതാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവരും അനുഭവിക്കും, എല്ലാവർക്കും കിട്ടും. മെമ്പർ സമാശ്വാസ നിധി, അതിലേക്കാണ് ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം പോകുന്നത്. നമ്മുടെ മെമ്പർമാർക്ക് ആർക്കെങ്കിലും അസുഖം ബാധിച്ചാൽ ആ അസുഖത്തിന് ചികിത്സിക്കുവാനുള്ള ഒരു തുക ആ നിധിയിൽ നിന്ന് അനുവദിക്കും സർക്കാർ. അപ്പം സർക്കാരിൻ്റെ ആ നിധിയിലേക്കാണ് ഈ ലാഭത്തിൻ്റെ ഒരു വിഹിതം കൊണ്ടുപോകുന്നത്. അപ്പം മെമ്പർമാർക്ക് ഗുണകരമായ നിരവധി കാര്യങ്ങളാണ് ഒരു സംഘം ലാഭത്തിലായാലും ഉണ്ടാവുക. റിസ്ക് ഫണ്ടിലേക്ക് പണം അടക്കുന്നു. ഒരു വായ്പക്കാരൻ ഏതെങ്കിലും വിധത്തിൽ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ആ വായ്പക്കാരന് മാരകമായ അസുഖം ബാധിച്ച് വായ്പ തിരിച്ചടക്കാൻ സാധിക്കുകയോ, കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അസുഖം കാരണം തൊഴിൽ നഷ്ടപ്പെടുകയും വായ്പ തിരിച്ചടക്കാൻ സാധിക്കുകയും ചെയ്യാതിരുന്നാൽ അവിടെ റിസ്ക് ഫണ്ട് വരികയാണ്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് റിസ്ക് ഫണ്ട് വരികയാണ്. അപ്പം ഇത്തരം ഏജൻസികളുടെ പ്രവർത്തനങ്ങളുടെ ഗുണഫലം അനുഭവിക്കുന്നത് നമ്മുടെ മെമ്പർമാരാണ്. നിങ്ങൾക്കറിയാവുന്ന പലർക്കും അത്തരം ആനുകൂല്യങ്ങൾ ഈ ബാങ്ക് നൽകിയിട്ടുണ്ടാവും. അപ്പം അത് സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാം വലിയ പരിശ്രമത്തിലൂടെയാണ്, വലിയ കൂട്ടായ്മയിലൂടെയാണ്. ആ കൂട്ടായ്മ നിലനിന്ന് പോവുക എന്നുള്ളതാണ് പ്രധാനം. ഈ ബാങ്ക് ഈ നിലയിൽ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ആലോചിക്കണം. നാം നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ആരെ സമീപിക്കേണ്ടി വരും? വലിയ നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക സംവിധാനങ്ങളെ നാം ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭരണസമിതി, നിങ്ങൾ തിരഞ്ഞെടുത്ത ഭരണസമിതി അംഗങ്ങളും നിങ്ങളുടെ ജീവനക്കാരും നിങ്ങളുടെ അടുത്ത് വന്ന് ഈ വായ്പ തിരിച്ചടക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലപ്പോഴും പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുഖം ചുളിയുക എന്നുള്ളത് സ്വാഭാവികം. ഒരുപാട് തവണയായില്ലേ നീ വായ്പ അടക്കാൻ വേണ്ടി പറഞ്ഞത്, ഞാൻ അടക്കും, സൗകര്യം ഉണ്ടെങ്കിൽ അടക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ സ്ഥാപനം നിലനിൽക്കുകയില്ല. നിങ്ങൾ തിരിച്ചടക്കുന്ന വായ്പയാണ് മറ്റൊരാൾക്ക് വായ്പ കൊടുക്കാൻ സാധിക്കുക. നിക്ഷേപം നടത്തിയ ആൾക്ക് നിക്ഷേപം മടക്കി കൊടുക്കണം. നിങ്ങൾ നൽകിയ വായ്പ, നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന വായ്പ അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചടക്കുന്ന വായ്പ, അത് ഉപയോഗിച്ചിട്ടാണ് നിക്ഷേപം മടക്കി കൊടുക്കേണ്ടത്. അത് ഉപയോഗിച്ചിട്ടാണ് മറ്റൊരാൾക്ക് വായ്പ കൊടുക്കേണ്ടത്. നിങ്ങളുടെ അയൽക്കാരന് വായ്പ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അപ്പം തിരിച്ചടവ് എന്ന് പറയുന്ന ഒരു ശീലം നാം ഉണ്ടാക്കിയേ പറ്റും. ചില ആളുകൾ വസ്തു പണയപ്പെടുത്തിയിട്ട് വായ്പ എടുക്കും. ഞാൻ നിങ്ങളുടെ നാട്ടിലെ കാര്യമല്ല പറയുന്നത്. ചില നഗരപ്രദേശങ്ങളിൽ വസ്തു പണയപ്പെടുത്തിയിട്ട് വായ്പ എടുക്കും. പിന്നെ തിരിച്ചടക്കേണ്ടതില്ല എന്നുള്ള നിലയിലാണ് അവർ ആലോചിക്കുക. പിന്നെ ബാങ്ക് വസ്തു വിൽക്കാൻ നടക്കണം. അപ്പം അത്തരം കാര്യങ്ങൾ ബാങ്കിനെ അല്ല ഏൽപ്പിക്കേണ്ടത്. വസ്തു വിൽക്കേണ്ടതിന് വേറെ സംവിധാനം നോക്കണം. വസ്തു പണയം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ബാങ്ക് സഹായിച്ചു എന്നത് ഭാവിയിൽ ഒരു കുറ്റമായി മാറാൻ പാടില്ല. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നാം ആലോചിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണവും കൂടിയുണ്ട്. പുറമേ നിന്നുള്ള ബാഹ്യ ശക്തികളുടെ ഇടപെടൽ നമ്മുടെ ഇത്തരം സംവിധാനങ്ങളെ തകർത്തെറിയുന്നതിന് വേണ്ടി
ഇങ്ങനെയുള്ളൊരു വലിയ കൂട്ടായ്മയെ പൊളിക്കുന്നതിന് വേണ്ടി പുറത്ത് ചില ബാഹ്യശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ബാഹ്യശക്തികളെ തടഞ്ഞു നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മ വിജയകരമായ നിലയിൽ, ശക്തമായ നിലയിൽ, ആത്മാർത്ഥമായ നിലയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. മറ്റ് സ്ഥാപനങ്ങൾ കടന്നു വരുന്നതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കടന്നു വരുന്നു, സ്വകാര്യ ബാങ്കുകൾ കടന്നു വരുന്നു, ഒക്കെ കടന്നു വരും. അത് രാജ്യത്തെ നിയമം അനുശാസിക്കുന്നത് കൊണ്ടാണ് അത്തരം സ്ഥാപനങ്ങൾ കടന്നു വരുന്നത്. നമുക്കതിനെ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെ കൂടി മറികടക്കാനുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതിനാണ് നിങ്ങളുടെ സഹായം, നിങ്ങളുടെ സഹകരണം ഈ ബാങ്ക് ആഗ്രഹിക്കുന്നത്. അത് വെറുതെ ആഗ്രഹിക്കുന്നതുമല്ല. കഷ്ടകാലത്ത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറാണെന്ന് പലവരും നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത്. പിന്നെ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള പല കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെടും. നെഗറ്റീവ് പറയാൻ നമ്മൾ ആരും മോശമല്ലല്ലോ. നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നതിന് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയല്ല ഉദ്ദേശിക്കുന്നത്. അതല്ല വേണ്ടത്. ഒരു പോസിറ്റീവ് അപ്രോച്ചാണ്, ഒരു പോസിറ്റീവ് സമീപനം വേണം. എല്ലാം നല്ലതിന് വേണ്ടി എന്നുള്ളൊരു ആലോചന നമുക്ക് വേണം. എങ്കിലേ പറ്റൂ. ഇതിനിടെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിലെല്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ട്. കുറേ വീട്ടമ്മമാർ, ഒരു 10ഓളം വീട്ടമ്മമാർ കാട്ടിൽ നിന്ന് കുറേ വിറക് പോലുള്ള ഒരു സാധനം ശേഖരിച്ചിട്ട് കമ്പോളത്തിലേക്ക് അയക്കുകയാണ്, മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ആ സാധനം മാർക്കറ്റിൽ എത്തിച്ച ശേഷമാണ് അവർക്ക് എന്തെങ്കിലും കാശ് കിട്ടുക. അതുകൊണ്ട് അവർ അന്നത്തെ വക അന്നത്തിനുള്ള വക കണ്ടെത്തും. നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് ഈ അമ്മമാർ, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ കുറേ വീട്ടമ്മമാർ ഇത് തീവണ്ടിയിൽ കയറ്റി അയക്കുന്ന ഒരു രംഗമാണ്. കുറേ കെട്ടുകൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവച്ച് വണ്ടി 1 മിനിറ്റല്ലേ നിൽക്കുക, 1 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റോ ഒക്കെയാണ് ഒരു വണ്ടി ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുക. ആ വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് ഈ കെട്ടുകൾ മുഴുവനും അതിനകത്തേക്ക് കയറ്റുന്ന അതിതീവ്രമായ ഒരു അധ്വാനമാണ് ആ വീഡിയോയിലുണ്ടായിരുന്നത്. വണ്ടി സ്റ്റേഷനിലേക്ക് വന്ന് നിൽക്കുന്നതിന് മുമ്പേ തന്നെ ഈ അമ്മമാർ ഈ കെട്ടെടുത്തിട്ട് ഈ ഡോറിലൂടെ അകത്തേക്ക് ഇടുക. അങ്ങനെ വണ്ടി വന്ന് നിൽക്കുമ്പോഴേക്കും ഈ അമ്മമാർ 6 കെട്ട് അകത്തിട്ടു. പിന്നെയാണ് ബാക്കി കെട്ടുകൾ കയറ്റുന്നത്. അവസാനം വണ്ടി വിടുമ്പോഴേക്കും അവസാനത്തെ കെട്ടും കൂടി കയറ്റിയിരിക്കും. അതിൻ്റെ കൂടെ ചെല്ലേണ്ട ആളുകളും നേരത്തെ കയറിയിരിക്കും. അവർ ചെന്ന് ആ സാധനങ്ങൾ കമ്പോളത്തിൽ വിറ്റ് കാശ് കൊണ്ടുവന്ന് അവർ വൈകുന്നേരം ഒന്നിച്ചിരുന്ന് ആലോചിക്കും. അവരെന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക? ഇന്ന് ഈ സമയം കൊണ്ട് നമ്മൾ ഇത്രയും ആളുകൾ ചേർന്ന് ഇത്ര കെട്ട് കൊണ്ടുപോയി, നാളെ ഇതേ ആളുകളെ വെച്ചുകൊണ്ട് ഇതേ സമയത്തിനുള്ളിൽ ഒരു 2 കെട്ടും കൂടി കൂടുതൽ കയറ്റാൻ സാധിച്ചാൽ അത്രയും വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ആലോചിക്കുന്ന വീട്ടമ്മമാരുടെ നാടാണ് നമ്മുടേത്. ഓരോ ദിവസവും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന വീട്ടമ്മമാരുടെ നാടാണ് നമ്മുടേത്. അപ്പം ആ വീട്ടമ്മമാർക്ക് ഒരു സാമ്പത്തിക സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് കടവത്തൂർ ബാങ്ക് പോലുള്ള സഹകരണ സംഘങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടന നേരത്തെ പറഞ്ഞത് നോ വൺ ലെഫ്റ്റ് ബിഹൈൻഡ്, ആരെയും ഒഴിവാക്കരുത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആരോഗ്യരംഗത്ത് ഹെൽത്ത് കോപ്പറേറ്റീവ്സിൻ്റെ കാര്യങ്ങളിൽ നമ്മുടെ സഹകരണ മേഖല നടത്തുന്ന വലിയ പ്രവർത്തനങ്ങൾ, കമ്പോളങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, വ്യാപാര മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, മാർക്കറ്റിംഗ് രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അംഗങ്ങളെ കേന്ദ്രീകരിച്ചാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണ് കദളിപ്പഴം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമ്പലത്തിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. അവിടെ ഇങ്ങനെ കദളിയുടെ കൊല ഇങ്ങനെ അട്ടി കൂട്ടിയിട്ടുണ്ടാവും. ഒരാൾ ഭക്തന്മാർ സമർപ്പിച്ചതൊക്കെ. എന്നാലും അവിടുത്തെ കദളിപ്പഴത്തിൻ്റെ ആവശ്യം തികയില്ല. അപ്പോൾ ആ ആവശ്യം ഏൽപ്പിച്ചത് ആരെയാണെന്നറിയോ? ഈ കദളിപ്പഴം സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനം ഏൽപ്പിച്ചത്
കടവത്തൂർ ബാങ്ക് പോലുള്ള മറ്റൊരു സർവീസ് സഹകരണ ബാങ്കിനെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്, ഗുരുവായൂരമ്പലത്തിൽ കദളിപ്പഴം കൊടുക്കാൻ. ഈ ബാങ്ക് കദളിപ്പഴം ഉണ്ടാക്കുന്നില്ല, പക്ഷെ ആ ബാങ്കിലെ അംഗങ്ങൾ, നിങ്ങളെപ്പോലുള്ള മെമ്പർമാർ കദളി വാഴ കൃഷി ചെയ്യും. എന്നിട്ട് അവരുടെ കദളിപ്പഴം കൊത്താനാവുമ്പോൾ അത് കൊത്തി ബാങ്കിൽ കൊണ്ടു കൊടുക്കും. ആ കദളി വാഴ കൃഷി ചെയ്യുന്നതിനുള്ള എല്ലാ സാമ്പത്തിക സഹായവും ആ ബാങ്ക് ചെയ്യും. ആ കദളിപ്പഴം അങ്ങനെ തന്നെ അവർ ഗുരുവായൂരമ്പലത്തിൽ എത്തിച്ച് കാശ് വാങ്ങി ആ പണം ഈ അമ്മമാരുടെ അക്കൗണ്ടുകളിലേക്ക് ഇട്ടുകൊടുക്കും. ആ അമ്മമാരതിൻ്റെ ചെലവ് കഴിച്ച് ബാക്കി തുക ബാങ്കിൽ തന്നെ സൂക്ഷിക്കും. ആ അമ്മമാരുടെ പേരിലുള്ള ഒരു സേവിങ്സ് ആണ്, ഒരു സമ്പാദ്യമായി. അത് അത്യാവശ്യത്തിന് എടുക്കാൻ പറ്റുന്ന ഒരു സമ്പാദ്യമായി അത് മാറി. ഇങ്ങനെ എത്ര പ്രവർത്തനങ്ങൾ. ഔഷധി, നമ്മുടെ ആയുർവേദ മരുന്ന് വ്യാപാരത്തിലെ സർക്കാരിൻ്റെ ഒരു സംവിധാനമാണ് ഔഷധി. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ ഔഷധിക്ക് മരുന്നുണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ഒരു സഹകരണ സംഘമാണ്. ഔഷധിക്ക് ആവശ്യമായ മരുന്ന് ഉണ്ടാക്കാനുള്ള പച്ചമരുന്നുകൾ വേണം. ഈ പച്ചമരുന്നുകൾ പറിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ ഉടനെ അത് നശിച്ചു ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ഈ സംഘം ചെയ്യുന്നത് ഈ പച്ചമരുന്ന് സംസ്കരിച്ച് പേസ്റ്റ് രൂപത്തിലാക്കും, കേക്കിൻ്റെ രൂപത്തിലാക്കും. കേക്കിൻ്റെ രൂപത്തിലാക്കിയിട്ട് അത് ഔഷധിക്ക് സപ്ലൈ ചെയ്യും. ഔഷധി ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കും. ആ പച്ചമരുന്ന് കൃഷി ചെയ്യുന്നതും ആ പച്ചമരുന്ന് സംസ്കരിക്കുന്നതും ആ പച്ചമരുന്ന് കേക്ക് രൂപത്തിലേക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റാക്കി മാറ്റുന്നതും ആ പ്രദേശത്തെ മെമ്പർമാരാണ്, ആ ബാങ്കിലെ മെമ്പർമാരാണ്. അപ്പോൾ ആ മെമ്പർമാർക്കൊരു വരുമാനം ഉണ്ടായി. വായ്പകൾ വഴി മാത്രമല്ല നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക. ആ ബാങ്കിൻ്റെ മെമ്പർമാർക്ക് അത്തരം വരും. അതാണ് മെമ്പർ സെൻട്രിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ, സഹകരണ സംഘങ്ങളെ മെമ്പർ സെൻട്രിക് ഓർഗനൈസേഷൻ എന്നാണ് വിളിക്കുക. അംഗ കേന്ദ്രീകൃതമായ സ്ഥാപനം. അംഗവും സംഘവും തമ്മിൽ വളരെ ദൃഢമായ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. സഹകരണ സംഘവും അതിലെ അംഗങ്ങളും തമ്മിൽ ദർ ഇസ് എ ജൂറൽ റിലേഷൻഷിപ്പ് എന്നാണ് അതിന് നിയമത്തിൻ്റെ ഭാഷയിൽ പറയാം. നിയമപരമായ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സംഘത്തിൽ നിക്ഷേപം നടത്താൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് ഈ സംഘത്തിൽ വായ്പ എടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ സംഘത്തിലെ അംഗങ്ങളായതുകൊണ്ട് മാത്രമാണ്. ഒരു പൊതുവെ നടന്നു പോകുന്ന ഒരാൾക്ക് ഇവിടെ കാര്യമില്ല. നിങ്ങൾ ഈ സംഘത്തിൻ്റെ ഉടമകളാണ്. ഉടമകളായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ നിന്നും വായ്പ തരുന്നത്. സഹകരണ നിയമത്തിൻ്റെ 59-ാം വകുപ്പിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, എ സൊസൈറ്റി ഷാൾ നോട്ട് മേക്ക് എ ലോൺ ടു എനി പേഴ്സൺ അതർ ദാൻ എ മെമ്പർ. മെമ്പർ അല്ലാത്ത ഒരാൾക്ക് വായ്പ കൊടുക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ അംഗമായതുകൊണ്ട് കിട്ടുന്ന ഒരു വലിയ പ്രിവിലേജാണ്, നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾക്കൊരു വായ്പ ലഭിക്കുക എന്നുള്ളത്. നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ മിച്ച സമ്പാദ്യം ഈ ബാങ്കിൽ കൊണ്ടുപോയി ഇടുക. ഈ ബാങ്കിലെ ആകർഷകമായ പലിശ നിരക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും കൂടുതൽ പലിശ കൊടുക്കുന്നത് സഹകരണ സംഘങ്ങളാണ്. മുതിർന്ന പൗരന്മാർക്ക് 8.5% പലിശ കൊടുക്കുന്നത് കേരളത്തിലെ സർവീസ് സഹകരണ ബാങ്കുകളാണ്. വേറെ ഒരു സംഘവും ഒരു ബാങ്കും അത്തരം പലിശ കൊടുക്കുന്നില്ല. പിന്നെ കൊള്ളപ്പലിശ വാഗ്ദാനം ചെയ്ത് ഒടുവിൽ നിക്ഷേപം പോലും മടക്കി കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടാകും. അതിൽ വശംവദരാവുന്ന ആളുകളല്ല നിങ്ങളാരും എന്ന് എനിക്കറിയാം. അപ്പം ഇന്ന് ലഭ്യമായതിൽ ഉയർന്ന നിരക്കിലുള്ള പലിശ നിങ്ങളുടെ സംഘങ്ങൾക്ക് ലഭ്യമാകുന്നത് സഹകരണ സംഘങ്ങളിലൂടെ, നിങ്ങൾക്ക് ലഭ്യമാകുന്നത് സംഘങ്ങളിലൂടെയാണ്. തീർച്ചയായും ഈ സ്ഥാപനം നിലനിന്നു പോകേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്, അംഗങ്ങളുടെ ആവശ്യമാണ്. ഈ അംഗങ്ങൾ വിചാരിച്ചാൽ ഈ സ്ഥാപനത്തെ നന്നാക്കാനും ചീത്തയാക്കാനും സാധിക്കും. കാരണം ഇതിൻ്റെ ഉടമകൾ നിങ്ങളാണ്. അതെങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോഴും ഓർമ്മിക്കേണ്ടത്, നിങ്ങൾക്ക് മുമ്പേ ഒരു തലമുറ കടന്നു പോയിട്ടുണ്ട്, 1-2 തലമുറകൾ കടന്നു പോയിട്ടുണ്ട്. അവരൊക്കെ നടന്നു വന്ന വഴികളാണിത്. അവരൊക്കെ കടന്നു വന്ന വഴികളാണിത്. അവരുണ്ടാക്കിയ സ്ഥാപനങ്ങളാണ്. വീട്ടിലെ കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറ്റി വെച്ചുകൊണ്ട് 5 രൂപയെടുത്ത് ഓഹരി എടുത്ത് സംഘങ്ങൾ ഉണ്ടാക്കിയ ഒരു തലമുറ കടന്നുപോയി. അവരുടെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. നമ്മുടെ ഉത്തരവാദിത്വം അവരോട് മാത്രമല്ല, അവർ കത്തിച്ചു വെച്ച ഒരു കൈത്തിരി കെടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം. വരാനിരിക്കുന്ന തലമുറക്കും അത് കൈമാറിക്കൊണ്ട് നമ്മൾ പോകണമെന്നുള്ളതാണ്. വരുന്ന തലമുറക്കും ഇത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. അതിനുള്ള ഒരു കാഴ്ചപ്പാട്,
അതിനുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ നിങ്ങൾ ഇത്രയും സമയം ഇവിടെ യാതൊരു കാരണവശാലും ഇരിക്കുകയില്ല. പ്രസംഗം കേൾക്കാനല്ല ഇരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ നിങ്ങളായി ഇരിക്കുന്നതിൻ്റെ ഫലം നിങ്ങളുടെ സംഘത്തിന് ലഭിക്കും. അത് കാണാനുള്ള ഒരു അകക്കണ്ണ് നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. കോയമ്പത്തൂരിൽ നിന്നുള്ള യാത്രാമധ്യേ തീവണ്ടിയിൽ ഒരു കുടുംബം യാത്ര ചെയ്യുന്നുണ്ട്. ഒരു അച്ഛനും അമ്മയും ഒരു മകളും. എതിർഭാഗത്ത് മറ്റൊരു കുടുംബം, ഒരു ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുന്നുണ്ട്. ഈ മകൾ തീവണ്ടി മുന്നോട്ട് പോകുമ്പോൾ ജനാലയിലൂടെ പുറത്തു നോക്കി കാഴ്ചകൾ കാണുകയാണ്, പുറം കാഴ്ചകൾ കാണുകയാണ്. ആ പുറം കാഴ്ചകൾ പണ്ട് നമ്മളും കണ്ടിട്ടുണ്ട്. ഇന്ന് കണ്ടാൽ നമുക്കതൊന്നും തോന്നില്ല പണ്ട്. പക്ഷേ ചെറുപ്പത്തിൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പുറം കാഴ്ചകൾ കണ്ടത് എങ്ങനെയാണ്? പുറത്തുള്ള എല്ലാ കെട്ടിടങ്ങളും, തെങ്ങുകളും വൃക്ഷങ്ങളും മരങ്ങളും തോടുകളും പുഴകളും പാലങ്ങളും എല്ലാം പിറകോട്ട് ഓടുക. നമ്മൾ മുമ്പോട്ടാണ് പോകുന്നത് എന്നത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ പുറമേയുള്ള സാധനങ്ങളെല്ലാം പിറകോട്ട് ഓടുന്നത് എന്തുകൊണ്ട് എന്ന് അത്ഭുതത്തോടു കൂടി ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. ഈ കുട്ടി അത് കണ്ടുകൊണ്ടിരിക്കുക. പുറത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഈ പുറം കാഴ്ചകൾ കാണുന്നതിനിടയിൽ എപ്പോഴോ മഴ വന്നു. മഴ വന്നപ്പോൾ ഈ കുട്ടി കൈ പുറത്തേക്കിട്ട് ആ മഴവെള്ളം തൻ്റെ ഉള്ളം കൈയിൽ തട്ടിക്കളിച്ചു. ആ ഉള്ളം കൈയിൽ തട്ടിക്കളിക്കുന്നതിനിടയിൽ കുട്ടി വളരെ കൗതുകത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിനിടയിൽ 2 തുള്ളി വെള്ളം എതിർഭാഗത്തിരിക്കുന്ന പ്രൗഢയായ സ്ത്രീയുടെ സാരിയിൽ പതിച്ചു. ആ സ്ത്രീ രോഷാകുലയായി. വെള്ളം തട്ടാൻ പാടില്ലാത്ത പട്ട് സാരിയിൽ 2 തുള്ളി വെള്ളം തെറിച്ചപ്പോൾ ആ സ്ത്രീയുടെ കണ്ണുകൾ ചുവന്നു, മുഖം വികൃതമായി. ആ സ്ത്രീ ആക്രോശിച്ചു. അച്ചടക്കത്തോടുകൂടി വളർത്താൻ പഠിക്കണം മക്കളെ, അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും. ആ സ്ത്രീ ഒച്ച വെച്ചു, ട്രെയിനിൽ വെച്ചു. അച്ഛൻ നിസ്സഹായനായി. അച്ഛൻ മകളോട് പറഞ്ഞു, മോളെ അടങ്ങിയിരിക്കും, മറ്റുള്ളവർക്ക് ശല്യമാകാത്ത നിലയിൽ നിങ്ങൾ മോള് അടങ്ങിയിരിക്കും എന്ന് പറഞ്ഞ് ആ അച്ഛൻ ആ മകളുടെ 2 കൈയും ജനാലയിലൂടെ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. പക്ഷെ ആ മകൾ അടങ്ങിയിരുന്നില്ല. ആ മകൾ വീണ്ടും കുതറി മാറി അച്ഛൻ്റെ കൈ വിട്ടുകൊണ്ട് വീണ്ടും ജനാലയിലൂടെ കൈ പുറത്തേക്കിട്ട് മഴവെള്ളം തട്ടിക്കളിക്കാൻ തുടങ്ങി. നിസ്സഹായനായ അച്ഛൻ ആ സ്ത്രീയുടെ മുന്നിൽ തൊഴുതുകൊണ്ട് അഭ്യർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിനെ ശപിക്കരുത്. ജന്മനാ അന്ധയായിരുന്ന എൻ്റെ മകൾ ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം കോയമ്പത്തൂരിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങാൻ. അവൾ ആദ്യമായിട്ടാണ് ഈ പ്രകൃതിയെ കാണുന്നത്. ചുറ്റിലുമുള്ള കാര്യങ്ങളെല്ലാം അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ഒരു കൗതുകത്തോടു കൂടിയാണ് അവൾ ഇങ്ങനെ നോക്കുന്നത്. അവൾ ആദ്യമായിട്ടാണ് മഴ കാണുന്നത്. അതിലാണ് അവൾ ആ മഴവെള്ളം ഉള്ളം കൈയിൽ ഏറ്റുവാങ്ങുന്നത്. അതിൻ്റെ തണുപ്പ് അവൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ശപിക്കരുത്. അവൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത്. അവൾ ആദ്യമായിട്ടാണ് അവളുടെ അമ്മയെ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ശപിക്കരുത് എന്ന് തൊഴുതു നിന്ന് പറയുന്ന ഒരു അച്ഛൻ. അവിടെ യഥാർത്ഥത്തിൽ കാണാനുള്ള കഴിവ് നമുക്കില്ല എന്നുള്ളതിൽ അതിൻ്റെ അർത്ഥം. യഥാർത്ഥ കാര്യങ്ങൾ കാണാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു പലപ്പോഴും. ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടതാണ് അകക്കണ്ണ് കൊണ്ടുള്ള കാഴ്ച. ഒരു കുഞ്ഞ് വെള്ളം തട്ടി കളിച്ചാൽ എന്ത് അപകടമാണ് സംഭവിക്കുക എന്നാലോചിക്കാനുള്ള ഒരു തിരിച്ചറിയാനുള്ള ഒരു വകവ നമുക്കുണ്ടാകും. അതാണ് പോസിറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ സംഘം ഇവിടെ നിലനിൽക്കാതിരിക്കാൻ, ഈ സംഘം ഇവിടെ നിലനിൽക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് തിരിച്ചറിയാനുള്ള ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായും ഈ സംഘം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ ഈ സംഘത്തോടൊപ്പം ഉണ്ടാകും എന്ന് തീർച്ചയായും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാം കണ്ണ് തുറന്ന് കാണാനുള്ള അകക്കണ്ണ് നിങ്ങൾക്കുണ്ടാകട്ടെ. ആ സ്ത്രീയെ പോലെ അല്ലാതെ വളരെ പോസിറ്റീവായി എല്ലാവരെയും കാണാനും ചേർത്ത് നിർത്താനുമുള്ള ഒരു വലിയ കരുത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഹകരണ മേഖലയെ പറ്റി ആർക്കും സാറിനോട് സംശയം ചോദിക്കാം, അദ്ദേഹം മറുപടി പറയുന്നതായിരിക്കും. ബാങ്ക് ജീവനക്കാരി, എനിക്ക് പ്രദീപൻ സാറിനോട് ഒരു സംശയം.
സഹകരണ മേഖലയിലെ നേട്ടമാണോ അല്ലെങ്കിൽ അത് പ്രതികൂലമായാണോ ബാധിക്കുക? ഈ ഒരു സംശയമാണ് എനിക്ക് ഉള്ളത്. അതിന് ഒരു മറുപടി പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. കേന്ദ്ര നയം പ്രകാരം ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സഹകരണ മേഖലയിലെ നേട്ടമാണോ അല്ലെങ്കിൽ പ്രതികൂലമായാണോ ബാധിക്കുക? സോഫ്റ്റ്വെയറുമായിട്ടുള്ള പ്രശ്നം. സഹകാരികളും സഹകരണവും എന്ന സബ്ജക്റ്റാണ് സാറ് പറയാൻ പോയതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത്. പക്ഷേ സഹകരണ രംഗത്തെക്കുറിച്ച് സാറ് വളരെ ഗഹനമായൊന്നും സംസാരിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ഇപ്പോൾ സഹകരണ മേഖലയെക്കുറിച്ച് സാറ് ധാരാളം കാര്യങ്ങൾ പറയുന്നു, നല്ല കാര്യങ്ങൾ ഞാനത് സമ്മതിക്കുന്നു. ധാരാളം കാര്യങ്ങൾ സാധാരണക്കാരുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി ഈ സഹകരണ മേഖലയിൽ ചില പുഴുക്കുത്തുകളോ എന്താ പറയുക അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സാധാരണ സഹകാരിയായ എന്നെപ്പോലത്തെ ഒരാൾക്ക്, എന്നെപ്പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബാങ്കിൽ വലിയ ഇടപാടൊന്നും നടത്താതെ പൈസയൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ അങ്ങനത്തെ എനിക്ക് ഈ ബാങ്കിൽ എന്തെങ്കിലും ക്രമക്കേട് ഉണ്ട് എന്നറിയണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ JR വന്നിട്ട് അന്വേഷിക്കണം, അല്ലെ ഓഡിറ്റിലും അത് ഇങ്ങനെയൊന്നും കിട്ടൂല, ഓഡിറ്റ് ചെയ്യണം. അങ്ങനെയല്ലാതെ എനിക്ക് നേരിട്ട് ഇവിടെ ഒരു സഹകരണ മേഖലയിൽ വല്ല ക്രമക്കേടുകളും നടക്കുന്നുണ്ടോ എന്നറിയാൻ ഈ നിയമത്തിൽ എന്തെങ്കിലും വ്യവസ്ഥകൾ ഉണ്ടോ? പിന്നെ സാറ് പറഞ്ഞത് ശിശുമരണ നിരക്കിനെ കുറിച്ച് സാറ് പറഞ്ഞത് എനിക്കതിന് വിയോജിപ്പുണ്ട്. ശിശുമരണ നിരക്ക് കുറച്ചത് സഹകരണ മേഖലയാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് നമ്മുടെ ജനകീയാരോഗ്യ രംഗത്തെ, കേരളത്തിലെ ജനകീയാരോഗ്യ രംഗത്തെ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെയുള്ളൊരു വിയോജിപ്പാണ് എനിക്കുള്ളത്. പിന്നെ വേറൊന്ന് ഇനി സംശയമല്ല, ഞാനൊരു അഭിപ്രായമാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ബാങ്ക് ആരോഗ്യരംഗത്തെല്ലാം നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് വലിയ ഉപകാരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ പുതിയ മേഖലകൾ നമ്മൾ കണ്ടുപിടിക്കണം. ആ പുതിയ മേഖലകളിലൊന്നാണ് ടൂറിസം, വിനോദസഞ്ചാര മേഖല. വലിയ തോതിൽ ആഭ്യന്തര വിനോദസഞ്ചാര മേഖല ഇതുപോലെ വളർന്നിട്ടുള്ള ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ആ വിനോദസഞ്ചാര മേഖല എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഈ ബാങ്ക് നോക്കേണ്ടതാണ്. അങ്ങനെ കുറച്ച് ആളുകൾക്കെങ്കിലും ജോലി കൊടുക്കാൻ കഴിയും. ഞാനിത് വെറുതെ പറയുന്നല്ല, ഞാൻ ചില ബാങ്കുകളൊക്കെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഇനി പിന്നെ പറയാതെ പറയും. ഹലോ, ചെറുപ്പക്കാർക്ക് 2 കുട്ടികളിൽ 40 വയസ്സ് കുറയണമെന്ന് പറയും. അപ്പോൾ ഈ യുവാക്കളെ സഹകരണ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്യേണ്ടതുണ്ടോ? മറ്റൊരു കാര്യം, ഈ സഹകരണ സംഘത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ പൂർവികന്മാർ ഒരു 500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പയറ്റ് നടത്താറുണ്ട്. പയറ്റെന്ന് പറഞ്ഞാൽ ഒരു ചായയെല്ലാം കൊടുത്തിട്ട് ഒരു 100 ആളെ വിളിച്ചിട്ട് ഒരു 10 5 വന്ന് ₹1 മറ്റേ കിട്ടുമായിരിക്കും. അതൊരു സഹകരണ സംഘം അല്ലേ എന്നൊരു സംശയമുണ്ട് എനിക്ക്. RBI നിർദ്ദേശമനുസരിച്ച് ബാങ്ക് എന്ന പദം സഹകരണ മേഖല ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് ഇതിന്റെ വസ്തുത? സാറ് വിഷയമായിട്ട് ബന്ധപ്പെട്ട ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ വിഷയമാണ്. സാറ് ഇടയ്ക്കത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ
നമ്മളെ സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളും അതുപോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും രണ്ട് മേഖലകളിലും വ്യത്യാസമെന്താണ്? ഒന്ന് മറ്റൊന്നിന് ഗുണമാണോ ദോഷമാണോ? ഈ കാര്യം സാധാരണക്കാരായ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ ഒരുപാട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പോലെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാരികളും ആകർഷിച്ചു പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിക്ഷേപങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിപ്പോകുന്നുണ്ട്. നമ്മളെ ഈ മറ്റ് ബാങ്കുകളെക്കാൾ കൂടുതൽ ഇൻഷുറൻസ് ബാങ്കിൽ കൂടുതൽ പണം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ പണം അങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട്. അതിന് സുരക്ഷിതമുണ്ടോ, അത് കൃത്യമായി തിരിച്ചു കിട്ടുമോ, ഈ കാര്യങ്ങളൊക്കെ അറിയാതെയാണ് പലരും ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിനൊരു വ്യക്തത സാധാരണ ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ജനങ്ങളുടെ വിശ്വാസത നേടിയെടുക്കുവാൻ വേണ്ടി ഭരണസമിതിയും ജീവനക്കാരും എങ്ങനെയൊക്കെ ആയിരിക്കണം, ജീവനക്കാർ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയണം. അതുപോലെ സഹകരണ മേഖലയിലെ പലിശ എന്ന് പറയുന്നത് അത് മാത്രമാണോ സഹകരണ മേഖല ഉദ്ദേശിക്കുന്നത്? ജനങ്ങളുടെ പ്രതിബദ്ധതയിൽ കൂടി സഞ്ചരിക്കുമാണ് സഹകരണ മേഖല ഉയർന്നു വരിക. അപ്പം ജനങ്ങളുടെ ആവശ്യാർത്ഥം സഹകരണ മേഖല പോകുന്തോറും ആ സഹകരണ പ്രസ്ഥാനം നല്ലപോലെ വിജയകരമാകും. അതുപോലെ ഇവിടെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ഒരു കലാകാരന്മാരെയും ഒരു കലാകാരികളെയും, എത്രയോ സഹകരണ സ്ഥാപനങ്ങളിൽ കലാകാരന്മാരും കലാകാരികളുണ്ട്. അവരുടെ മേഖല ഒന്ന് പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി ഇവിടെ എത്രയോ ആളുകൾ കൂടിയിട്ടുണ്ട്. ഇവിടെ ഈ മേഖലയിൽ നിന്നുകൊണ്ട് എത്രയോ ജീവനക്കാരികളും ഒരു കലാകാരന്മാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ ഈ സഹകരണ മേഖല എന്ത് കൈയെടുത്തു? അതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. പിന്നെ സഹകരണ മേഖലയിലെ കുറേ ആസ്പത്രികളെ പറ്റി പറയുന്നു. സാർ പറഞ്ഞു ഈ സഹകരണ മേഖല ആസ്പത്രികൾ, പിന്നെ സഹകരണ മേഖല ആസ്പത്രികൾ ഉടലെടുക്കുന്നത് മറ്റൊരു വായ്പയെ തേടിയിട്ടാണ്. മറ്റൊരു വായ്പയെ തേടിയിട്ട് ബിൽഡിങ്ങും കാര്യങ്ങളും ഡോക്ടർമാരും മറ്റുള്ളവരും സഹകരണ മേഖലയിൽ വരുമ്പോൾ പാവപ്പെട്ട സഹകരണ മേഖലയിൽ നിൽക്കുന്ന സഹകരണ പ്രസ്ഥാനത്തോട് നിൽക്കുന്ന ജനങ്ങൾ അവരോട് നിന്നാണ് പിന്നെ ഈ സ്ഥാപനങ്ങൾ കാണിക്കുന്നത്. എല്ലാവരും പറയും സഹകരണ മേഖല നല്ല ഒരു പ്രസ്ഥാനമാണ്, നല്ലൊരിതാണ്. ആ ജനങ്ങളുടെ ആസ്പത്രികളിൽ പോയി കഴിഞ്ഞാൽ ഭീമമായ പൈസകൾ ഈടാക്കുന്നു. ഇങ്ങനെയാണോ സഹകരണ മേഖല പ്രസ്ഥാനം വളരേണ്ടത്? അതൊരു ചോദ്യമാണ്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് സഹകരണ മേഖലയെ ഒന്ന് കണക്കാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സഹകരണ മേഖലയെ സംരക്ഷിക്കുവാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരു സഹകരണ സംഘത്തിൻ്റെ പൊതുയോഗം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി നിങ്ങൾ ഈ ജനറൽ ബോഡിയെ മാറ്റി എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. ഇങ്ങനൊരു അനുഭവം ഇവിടെ ഉണ്ടാവാറില്ല. മെമ്പർമാർ അവരുടെ പ്രതിസന്ധികളെക്കുറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് സ്വയം ചോദ്യങ്ങൾ ചോദിക്കും. അതിലും വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അതിൽ തന്നെ അഭിനന്ദിക്കുന്നു. ഇവിടെ ചോദിച്ച ഒരു ചോദ്യം, ഏകീകൃത സോഫ്റ്റ്വെയർ നല്ലതാണോ മോശമാണോ എന്നുള്ള നിലയിൽ ഇത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട ഒരു സാധനമല്ല. ഏകീകൃത സോഫ്റ്റ്വെയർ കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രാജ്യത്തെ എല്ലാ പ്രാഥമിക വായ്പാ സംഘങ്ങളെയും ഒറ്റ കുടക്കീഴിൽ, അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന് പറയും, ഒറ്റ കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഒരു സോഫ്റ്റ്വെയർ
രാജ്യത്തെ എല്ലാ പാക്സിനെയും ഒന്നിച്ചു പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ഇടപാടുകളെ അറിയുന്നതിന് വേണ്ടി ഉള്ളൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കേരളം അംഗമല്ല. കേരളം, തമിഴ്നാട് വരെ അതിനകത്ത് അംഗമായിട്ടുണ്ട്, കേരളം അതിനകത്ത് അംഗമല്ല. കേരളത്തിൽ പ്രത്യേകമായി ഒരു ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവരാൻ വേണ്ടി സഹകരണ നിയമത്തിൽ 2024 ജൂൺ 7-ാം തീയതി നിലവിൽ വന്ന സഹകരണ നിയമത്തിൽ വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സഹകരണ സംഘം രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഏകീകൃത സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയർ കേരളത്തിൽ ഉള്ളതുകൊണ്ട് കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏകീകൃത സോഫ്റ്റ്വെയറിൽ ചേർന്നിട്ടില്ല. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏകീകൃത സോഫ്റ്റ്വെയർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രജിസ്ട്രാർ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നപ്പോൾ ഞങ്ങളോട് ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത്. എല്ലാ സഹകരണ സംഘങ്ങളും പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകളിൽ നിന്ന് ഒരേപോലുള്ള റിപ്പോർട്ടുകൾ ജനിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിൽ, സംഘങ്ങൾക്ക് വലിയ ബാധ്യത വരാത്ത വിധത്തിൽ സോഫ്റ്റ്വെയറുകൾ രൂപകൽപ്പന ചെയ്യും എന്നുള്ളതാണ്. തീർച്ചയായും ഏകീകൃത സോഫ്റ്റ്വെയർ നല്ല കാര്യമാണ്. കാരണം ഒരു പ്രദേശത്തെ എല്ലാ സംഘങ്ങളും ഒരുപോലെ കണക്കുകൾ സൂക്ഷിക്കുക, ആ കണക്കുകളിൽ നിന്ന് റിപ്പോർട്ടുകൾ ഒരുപോലെ ഉണ്ടാവുക. അപ്പം നമുക്ക് താരതമ്യ പഠനത്തിനും ക്രോഡീകരണത്തിനും വളരെ നല്ല കാര്യമാണ്. നിമിഷ നേരം കൊണ്ട് കേരളത്തിലെ മൊത്തം സഹകരണ സംഘങ്ങൾ എത്ര രൂപ ഡെപ്പോസിറ്റ് വാങ്ങി, എത്ര ലോൺ കൊടുത്തു എന്നൊക്കെ അറിയാനും അതിൽ എത്ര കുടിശ്ശികയുണ്ടെന്ന് അറിയാനും ഒക്കെ എളുപ്പമാർഗമാണ്. അതുകൊണ്ട് കോമൺ സോഫ്റ്റ്വെയർ എപ്പോഴും നല്ലതാണ്. കേരളം അതിൻ്റെ വഴിയിൽ തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം, ക്രമക്കേട് നേരിട്ട് അന്വേഷിക്കാൻ വ്യവസ്ഥയുണ്ടോ എന്നാണ്. ഇപ്പോൾ നിലവിലുള്ള നിയമത്തിൽ ഒരു മെമ്പർക്ക് ആ മെമ്പറുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഘത്തിൽ വന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ച് പുതിയ നിയമ ഭേദഗതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നത് ഒരു മെമ്പർക്ക് അവരുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കണക്കുകൾ നേരിട്ട് പരിശോധിക്കാം. അവർക്ക് നേരിട്ട് വരാൻ കഴിയില്ല എങ്കിൽ ഇവിടെ മെമ്പറായ മറ്റൊരാൾ മുഖാന്തരം, മെമ്പറല്ലാത്ത ഒരാളെ അനുവദിക്കില്ല, മെമ്പറായ മറ്റൊരാൾ മുഖാന്തരം അവരുടെ കണക്കുകൾ പരിശോധിക്കാം. ഇവിടെ അംഗങ്ങളായ എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു മെമ്പർക്ക് അധികാരമില്ല. ഇവിടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയുന്നതിന് ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. സെക്ഷൻ 63, 64 വകുപ്പുകൾ പ്രകാരം ഈ ഓഡിറ്റ് പ്രവർത്തിക്കുന്നത് അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അംഗങ്ങളാണ് ഓഡിറ്ററെ തീരുമാനിക്കുന്നത്. ഓഡിറ്റർ ഏത് ഓഡിറ്റർ വരണം എന്നുള്ളതല്ല, ഓഡിറ്റ് നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ പൊതുയോഗമാണ്. പൊതുയോഗത്തിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ നേരിട്ട് പൊതുയോഗത്തോടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്പെക്ഷൻ ഉണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളാണ്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്വയം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, സ്വയംഭരണ സ്ഥാപനമാണ് ഓരോ സഹകരണ സംഘങ്ങളും. ഈ സംഘങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ അധികാരപ്പെട്ട ഒരു പൊതുയോഗമാണിത്. നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ആ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ബിസിനസ് ചെയ്യണം ഒക്കെ നിങ്ങളുടെ ബൈലോ പ്രകാരമുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് നടത്താൻ കഴിയുക. ബൈലോ ആണ് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത് രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ്. സംഘത്തിൻ്റെ ഭരണഘടന സംഘത്തിൻ്റെ ബൈലോ ആണ്. അപ്പോൾ നിങ്ങളുടെ ബൈലോയിൽ എന്തൊക്കെ വ്യവസ്ഥകളുണ്ടാവും, ആ വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അന്വേഷണം സംബന്ധിച്ച സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ മെമ്പർമാർക്ക് പരാതിപ്പെടാനുള്ള വഴികൾ നിയമത്തിൽ തന്നെ തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്ന കണക്കുകളെ സംബന്ധിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ അത് ഉന്നയിക്കാം. ബന്ധപ്പെട്ട അധികാരികൾ മുമ്പാകെ രജിസ്ട്രാർ മുമ്പാകെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഉന്നയിക്കാം. രജിസ്ട്രാർ അത് അന്വേഷണം നടത്തി എവിടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ അറിയിക്കും. പിന്നെ ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, സാറ് പറഞ്ഞതുപോലെ കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറവാണ്, വളരെ കുറവാണ്. അത് പൊതുജനാരോഗ്യ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, ഈ രണ്ട് മേഖലയിൽ നമ്മുടെ ഇടപെടലുകൾ കൊണ്ടാണ്. ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഈ കേരളത്തിൻ്റെ പൊതു നിരക്ക്
വളരെ താണ നിലയിലായിരുന്നിട്ട് പോലും ശിശുമരണ നിരക്ക് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കുറഞ്ഞ നിരക്കിലായിരുന്നിട്ട് പോലും കേരളത്തിൻ്റെ നിരക്ക് ഉയർന്നു നിന്നത് ഈ അട്ടപ്പാടി മേഖലയിലെ പ്രതിസന്ധി കൊണ്ടാണ്. അതുകൊണ്ട് അട്ടപ്പാടി മേഖലയെ എങ്ങനെ ശരിയാക്കാം, അവിടുത്തെ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാം എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുകയും അത് ഒരു സഹകരണ സംഘം ഏറ്റെടുക്കുകയും പെരിന്തൽമണ്ണ ആശുപത്രി ചുമതല ഏൽപ്പിക്കുകയും അവരത് ചെയ്യുകയും ചെയ്തതോടുകൂടി അട്ടപ്പാടിയിലെ പ്രതിസന്ധിയും പരിഹരിക്കപ്പെട്ടു. അങ്ങനെ സ്റ്റേറ്റ് ആവറേജിൻ്റെ കൂടെ നിന്നു. അതിൽ സഹകരണ മേഖലയ്ക്ക് പങ്കുണ്ട്, അതില്ലെന്ന് നിഷേധിക്കാൻ പറ്റില്ല. അത് വസ്തുതയാണ്, റെക്കോർഡുള്ളതാണ്, കണക്കുള്ളതാണ്. ആ നിലയിലാണ് അത് പറഞ്ഞത്. അല്ലാതെ കേരളം മൊത്തം ശിശുമരണ നിരക്ക് കുറച്ചത് സഹകരണ മേഖലയാണ് എന്ന അർത്ഥത്തിലല്ല. കേരളത്തിലെ മൊത്തം വളരെ ചെറിയ നിലയിലുള്ള ശിശുമരണ നിരക്കിനെ വലിയ നിലയിലേക്ക് സ്റ്റേറ്റ് ആവറേജ് കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ അട്ടപ്പാടിയുടെ കാര്യമാണ്. അത് നിയന്ത്രിക്കാൻ സഹകരണ സംഘമാണ് മുന്നോട്ട് വന്നത് എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി സംഘങ്ങൾ കേരളത്തിലുണ്ടല്ലോ. കണ്ണൂരുണ്ടല്ലോ, സ്നേഹതീർ അങ്ങനെ എന്തൊരു പേരിലുള്ള ഒരു ടൂറിസ്റ്റ് ഓപ്പറേറ്റ്, മുഴപ്പിലങ്ങാട് സർവീസ് ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവരുടെ ടൂറിൽ പോയിട്ടുള്ള ഒരാളാണ്. ഏഴോം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കണ്ണൂർ ജില്ലയിലെ മറ്റൊരു ബാങ്കാണ് ഏഴോം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ഏഴോം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് ഏഴില്ലം എന്ന് പറഞ്ഞൊരു ടൂറിസം പ്രോജക്റ്റ് ഉണ്ട്. അതൊരു കമ്പനി ആക്ട് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്പനിയാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഏഴില്ലം. അവർക്ക് ബോട്ടുകളുണ്ട്, സ്വന്തമായി ബോട്ടുകളുണ്ട്. ആ ബോട്ടുകൾ കായലിലൂടെ സഞ്ചരിച്ച് എല്ലാ ദിവസവും വലിയ തിരക്കാണ് അവർക്ക്. അങ്ങനെയുള്ള ഏജൻസികൾ നടത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിന് ആദ്യം വേണ്ടത് നിങ്ങളുടെ ബൈലോയിൽ അതിനൊരു പ്രൊവിഷൻ വേണം. അത്തരം ചെയ്യാൻ സാധിക്കുമോ? ബൈലോയിൽ പ്രൊവിഷൻ വേണം. ഈ ഏഴോം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും മറ്റ് ടൂറിസം പദ്ധതികൾ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ അനുബന്ധ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിലാണ് നടത്തുന്നത്. അപ്പം നിലവിൽ നിങ്ങൾക്ക് അനുബന്ധ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിൽ അത് തുടർന്നു കൊണ്ടുപോകാം. പുതുതായി അനുബന്ധ സ്ഥാപനങ്ങൾ നടത്താൻ പുതിയ നിയമം അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ച് കരുവന്നൂർ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിക്ഷേപകരുടെ ഫണ്ട് വലിയ തോതിൽ ദുരുപയോഗം ചെയ്തു എന്ന ഒരു ആക്ഷേപമുള്ളത് കൊണ്ട് ഗവൺമെൻറ് അക്കാര്യത്തിൽ കർശനമായ നിലപാടാണ് നിയമനിർമ്മാണത്തിലൂടെ എടുത്തിരിക്കുന്നത്. നിക്ഷേപകൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. കേരള ഹൈക്കോടതിയിൽ ഗവൺമെൻറ്റാണ് മറുപടി പറയേണ്ടി വന്നത്. കരുവന്നൂരെ വിഷയത്തിൽ കേരള സർക്കാരിന് പങ്കൊന്നുമില്ല. പക്ഷേ 36 റിട്ട് പെറ്റീഷനുകളിൽ മറുപടി പറയേണ്ടി വന്നത് ഗവൺമെൻറ് ഓഫ് കേരളയാണ്. ഗവൺമെൻറ്റിനോടാണ് കോടതി ചോദ്യം ചോദിച്ചത്. അപ്പോൾ കോടതിയിൽ ഗവൺമെൻറ് മറുപടി പറഞ്ഞു, ഇനി ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാകാത്ത വിധം കേരളത്തിലെ സഹകരണ നിയമത്തിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരും. അങ്ങനെ 57 ഭേദഗതികൾ കൊണ്ടുവന്നു. ഈ 57 ഭേദഗതികളിൽ ലക്ഷ്യമാക്കുന്നത് സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ശക്തമായ നടപടികളാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ വായ്പയെടുത്ത് കൃത്യമായി അടച്ചില്ല, അടക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എതിരെ ജപ്തി നടപടികൾ സ്വീകരിക്കാൻ ഭരണസമിതി വിമുഖത കാട്ടിയാൽ ആ ഭരണസമിതിയെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യാനുള്ള വകുപ്പാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ബാങ്കിൻ്റെ, കടവത്തൂർ ബാങ്കിൻ്റെ ഭരണസമിതി വായ്പയെടുത്ത ആൾക്കെതിരെ സമയത്ത് നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ അവർക്ക് സീറ്റ് കാണൂല. ഇതാണ് 32-ാം വകുപ്പിലെ ഭേദഗതി. അത്തരത്തിലുള്ള കർശനമായ വ്യവസ്ഥകളാണ് നിയമത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ബാങ്കിൻ്റെ ഭാരവാഹികൾ നിങ്ങളെ സമീപിക്കും, വായ്പ തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് സമീപിക്കും. ഇല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. ഇത്തരം കാര്യങ്ങൾ അവരറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ചട്ടം 50A പ്രകാരം അവർക്ക് നിർബന്ധിത പരിശീലനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിയമം. നിർബന്ധിത പരിശീലനം കമ്മിറ്റി ആയി കഴിഞ്ഞാൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന നിർബന്ധിത പരിശീലനത്തിൽ അവർ പങ്കെടുക്കണം. ഈ 5 ദിവസത്തെ പരിശീലന പരിപാടിയിൽ എന്തൊക്കെ പഠിപ്പിക്കണം എന്നുള്ളത് രജിസ്ട്രാറാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം തീരുമാനിച്ച സിലബസ് അനുസരിച്ച് ഇവരെ പഠിപ്പിക്കണം. ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്, അത്രയും സഹകാരികൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നിയമങ്ങളും കാര്യങ്ങളെല്ലാം ഇവർ പഠിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കും അവർക്ക് തന്നെ ഉൾഭയം വരികയാണ്, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടു. നാളെ അവരുടെ തലയിലേക്കാണ് ഈ ഉത്തരവാദിത്തങ്ങൾ വരുന്നത്. സ്വാഭാവികമായും അവർ നിങ്ങളെ സമീപിക്കും, മെമ്പർമാരെ സമീപിക്കും. അപ്പോൾ നിങ്ങൾ അവരുമായി സഹകരിക്കുക. ആ നിലയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ പൊതുയോഗം നിങ്ങളുടെ ബൈലോ ഭേദഗതി ചെയ്തിട്ട് ടൂറിസം പദ്ധതികൾ ആരംഭിക്കാനുള്ള ഭേദഗതികൾ കൊണ്ടുവന്നോളൂ, ആരംഭിക്കാം. പക്ഷെ ബൈലോയിൽ പ്രൊവിഷൻ വേണം. അപ്പോൾ എല്ലാ പിന്നെ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന് മാത്രമായുള്ള സഹകരണ സംഘങ്ങളുണ്ട്. അത്തരം സംഘങ്ങളിലൂടെയും ടൂറിസം പദ്ധതി നടപ്പിലാക്കാം. നമുക്ക് ഒരുപാട് കേരളം എന്ന് പറയുന്നത് ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയുള്ളതാണ്. പിന്നെ കാശ്മീരിനെ പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ലതാനും. അതുകൊണ്ട് ടൂറിസം പദ്ധതി വിജയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പറ്റുന്നത്. ഇപ്പം നിങ്ങളുടെ മേഖലയിൽ ഈ ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനകത്ത്
നിന്നുകൊണ്ട് ടൂറിസം പ്രോജക്റ്റ് വർദ്ധിപ്പിക്കാൻ, ടൂറിസം പ്രോജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ? നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ ബൈലോയിൽ ഭേദഗതി കൊണ്ടുവരണം, അതനുസരിച്ച് ഉപനിബന്ധനകൾ തയ്യാറാക്കണം, സർക്കാരിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കണം, നടത്തണം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും ഇതിൽ വരാൻ എന്തെങ്കിലും ചെയ്യണം, ഒന്നും വേണ്ട, ഒരു മെമ്പറായാൽ മതി. നിങ്ങളുടെ സംഘത്തിൽ ഈ ബാങ്കിലൊരു മെമ്പറായാൽ 40 വയസ്സിൽ കുറവുള്ള ആളാണെങ്കിൽ അവർക്ക് ഭരണസമിതിയിൽ ഒരു അംഗമാവാം. 2 പേർക്കാണ് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഒരു വനിതാ അംഗം 40 വയസ്സിൽ താഴെയായിരിക്കണം. പിന്നെ പൊതുവിഭാഗത്തിൽ നിന്ന് ഒരാളും 40 വയസ്സിൽ താഴെയായിരിക്കണം. ആ പൊതുവിഭാഗത്തിൽ നിന്ന് വരുന്ന ആൾ പുരുഷൻ തന്നെ ആവണമെന്ന് വ്യവസ്ഥയില്ല, അത് സ്ത്രീക്കും ആവാം. പക്ഷേ 2 പേരിൽ ഒരാൾ നിർബന്ധമായും സ്ത്രീ ആയിരിക്കണം. അതാണ് നിയമത്തിൽ കൊണ്ടുവന്ന സെക്ഷൻ 28 കൊണ്ടുവന്നിരിക്കുന്ന പുതിയ വ്യവസ്ഥ. പിന്നെ ഈ പ്രദേശത്തുള്ള പയറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അതിന് ടീ പാർട്ടി എന്ന് പറയും. പണ്ട് ഞാനൊക്കെ ചെറിയ വള്ളി ട്രൗസർ ഇട്ട് നടക്കുന്ന കാലത്ത് ഇങ്ങനെ ഈ വീട്ടിൻ്റെ ഗൃഹപ്രവേശനത്തിന് വീട്ടിൽ ആർക്കെങ്കിലും ഒരു കത്ത് കൊടുക്കും. ഏട്ടന് കത്ത് കൊടുക്കും. ഏട്ടനാണ് ഒരു ഏണിംഗ് മെമ്പർ എൻ്റെ കുടുംബത്തിൽ. അപ്പോൾ ഏട്ടന് കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയാൽ കിട്ടുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റിൽ കേക്ക്, ലഡു, എരിയുന്നൊരു ബിസ്ക്കറ്റ്, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് എന്തായാലും ഉണ്ടാവും. പിന്നെ കുറച്ച് ചിപ്സ്. ആ കാലത്ത് കുട്ടികളായ നമുക്കൊക്കെ വലിയ കൗതുകമാണ്. അതിനോടുള്ള വല്ലാത്ത ഒരു ആർത്തി ഉണ്ടാവും, കാരണം അത് വീട്ടിൽ കിട്ടൂല. അപ്പം അത് ഞങ്ങളെ അറിഞ്ഞും കൊണ്ട് ഏട്ടൻ കവറ് പൈസ കവറിലിട്ടിട്ട് ഞങ്ങളെ ഏൽപ്പിക്കും. അപ്പം ഞങ്ങൾ പോയിട്ട് അത് തിന്നിട്ട്, ഞങ്ങൾക്ക് അറിയില്ല ഇതെന്താ സംഭവം. അതുപോലെ ഈ ഭാഗത്ത് ഇതൊരു ചിട്ടി നടത്തുന്നത് പോലെ പയറ്റ് നടത്തുന്നതായിട്ട് വടകരയിൽ നടത്തുന്ന ഞാൻ ഒരുപാട് പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പയറ്റുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നിയമപരമായ ചട്ടക്കൂടില്ല. അതൊക്കെ വ്യക്തികൾ കേന്ദ്രീകരിച്ച് നടത്തുന്നതാണ്, പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്നതാണ്. അതിന് നിയമപരമായ യാതൊരു ഫ്രെയിംവർക്കും ഇതില്ല. അതുകൊണ്ട് അതിനെ നമുക്കൊരു അംഗീകൃത സംവിധാനമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് പകരം ബാങ്ക് വേറെ ചെയ്യുന്നുണ്ടല്ലോ. GDCS അല്ലെങ്കിൽ MDS അല്ലെങ്കിൽ MSS എന്നൊക്കെ പേരിൽ പ്രതിമാസ സമ്പാദ്യ പദ്ധതി എന്നുള്ള നിലയിൽ നിങ്ങൾ നാടൻ ചിട്ടി പോലെ തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷേ പണം എടുക്കണമെങ്കിൽ ജാമ്യം കൊടുക്കണം. മാത്രമല്ല എടുത്ത പണം തിരിച്ചടയ്ക്കുകയും വേണം. പിന്നെ ഒരു ചോദ്യം വന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് എന്ന പദം ഉപയോഗിക്കുന്നതിനാണ്. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ആ ആക്ടിൻ്റെ നിയമത്തിലുള്ള ഒരു പ്രൊവിഷനാണ് ബാങ്ക് എന്ന പദം ഉപയോഗിക്കണമെങ്കിൽ ബാങ്ക്, ബാങ്കിങ്, ബാങ്കർ ഈ 3 വാക്കുകൾ ഉപയോഗിക്കണമെങ്കിൽ BR ആക്ട് പ്രകാരമുള്ള ബാങ്കിങ് നിയന്ത്രണ നിയമപ്രകാരമുള്ള ലൈസൻസ് ഉണ്ടാവണം. അത് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്കാണ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ബാങ്ക് എന്ന പദം ഉപയോഗിക്കാവൂ എന്ന് BR ആക്ടിൻ്റെ, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് ഭേദഗതി ചെയ്യുകയും കുറേ കൂടി കർശനമായ നിലയിൽ 2020 സെപ്റ്റംബർ 27 നിലവിൽ വന്ന പാർലമെൻറ്റ് ഭേദഗതിയിലൂടെ നിലവിൽ വന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 7 പ്രകാരം അത് കർശനമായ വ്യവസ്ഥകളോടെ നടപ്പിലാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് പരസ്യം ചെയ്യും. ബാങ്ക് എന്ന പദം ഉപയോഗിക്കണമെങ്കിൽ ഇന്ന വ്യവസ്ഥകൾ പാലിക്കണം എന്നുള്ള ഒരു പരസ്യം ചെയ്യും. അത് സ്വാഭാവികമായ ഒരു കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കും. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് സർവീസ് സഹകരണ ബാങ്കുകൾ, ഇപ്പോൾ അർബൻ ബാങ്കുകൾ ആ ഇനത്തിൽ വരുന്നതാണ്. ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്നതാണ് അർബൻ ബാങ്കുകൾ, സഹകരണ മേഖലയിലാണ്. കേരള ബാങ്ക് ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതിന് കേരള ബാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ കാർഷിക വികസന ബാങ്കുകൾ, സർവീസ് സഹകരണ ബാങ്കുകൾ, ഇവരുടെ പേരിൻ്റെ കൂടെ ബാങ്ക് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അത് കേരള സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1972 മുതൽ ഇങ്ങോട്ട് സർവീസ് സഹകരണ സംഘങ്ങൾ, പഴയ ഐക്യനാണയ സംഘങ്ങൾ എന്ന് വിളിക്കുന്ന സർവീസ് സഹകരണ സംഘങ്ങളുടെ പേരിൻ്റെ കൂടെ ബാങ്ക് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അത് നിയമപരവുമാണ്. നിയമത്തിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 2 എന്താണ് ഒരു പ്രൈമറി സഹകരണ സംഘം എന്നുള്ള നിർവചനത്തിനകത്ത് എ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, എ ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക്, എ റൂറൽ ബാങ്ക് എന്നുള്ള കൃത്യമായ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ്. അത് സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ചോട്ടെ, അല്ലാതെ അതേക്കുറിച്ച് വേറെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചിട്ടാണ്. അങ്ങനെ ഒരു നിയമം രാജ്യത്തുണ്ട്. ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സംഘങ്ങൾക്ക് പ്രവർത്തന പരിധി ഉണ്ടാകാം. ഇപ്പം സൗത്ത് സോൺ കേരള, കർണാടക,
തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ഇത്രയും സംസ്ഥാനങ്ങളിൽ പ്രവർത്തന പരിധിയാക്കി വെച്ചുകൊണ്ട് ഒരു സംഘം രൂപീകരിക്കാം. അത് രജിസ്റ്റർ ചെയ്യുന്നത് സെൻട്രൽ രജിസ്ട്രിയിലാണ്. ആ രജിസ്ട്രിയുടെ നിയന്ത്രണം അനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ബൈലോ അനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്വീകരിക്കുന്ന നിക്ഷേപം ഇവിടെ തന്നെ ഉപയോഗിക്കണമെന്നില്ല. അത് ചിലപ്പോൾ തമിഴ്നാട്ടിലെ ഹൗസിംഗ് ഏരിയയിലോ മറ്റോ ആയിരിക്കും അത് ഉപയോഗിക്കുന്നത്. അത് അവർക്ക് അതിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ കള്ളനാണയങ്ങൾ എല്ലാ മേഖലയിലുമുണ്ട്. നമ്മൾ കരുതിയിരിക്കുക, അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അത് നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ്. പക്ഷേ നമുക്കതിനെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. അതും നിയമം. നിങ്ങളേത് ഓപ്ഷനാണ്, നിങ്ങൾക്കുള്ള ഓപ്ഷനാണ്. അത് സ്വീകരിക്കണോ അല്ല നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള നിങ്ങൾക്ക് വിശ്വസ്തരായ ആളുകൾ കൈകാര്യം ചെയ്യുന്ന, നിങ്ങൾക്ക് മുഖപരിചയമുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളുടെ പണം സൂക്ഷിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. ആ നിലയിൽ ആണ് നിങ്ങളുടെ വീട്ടുമുറ്റത്തെ ദേവാലയത്തെ സംരക്ഷിക്കേണ്ടത്. നെഹ്റു പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടുമുറ്റത്തെ ദേവാലയത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളാണ്. അല്ലാണ്ട് എനിക്കിപ്പം അത് തെറ്റാണ് എന്ന് പറയാൻ എന്നെ അനുവദിക്കുന്നില്ല. കാരണം നിയമത്തിൻ്റെ വ്യവസ്ഥയിലാണ് അവയും പ്രവർത്തിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഓപ്ഷനുണ്ട്, ഏത് വേണം എന്ന് തീരുമാനിക്കും. പിന്നെ ജനങ്ങളുടെ വിശ്വാസ്യത നേടാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതുതന്നെയാണ് ഏറ്റവും വലിയ വിശ്വാസ്യത. ഈ പൊതുയോഗം ഇത്ര പരസ്യമായി തുറന്ന് സംസാരിക്കുന്ന ഒരു പൊതുയോഗം ഇങ്ങനെ ഏത് ബാങ്കിന് സാധിക്കും? ഇത്ര തുറസായ ഒരു ഭൂമിയിൽ എന്തും ചർച്ച ചെയ്യാമെന്നുള്ള നിലയിൽ മൈക്ക് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന സ്വാതന്ത്ര്യം വേറെ ഏത് സ്ഥാപനത്തിനുണ്ടാവും? ഇതുതന്നെയാണ് വിശ്വാസം, ഇതുതന്നെയാണ് ഇവരുടെ ധൈര്യവും. ഞങ്ങൾക്ക് മറച്ചു വെക്കാനൊന്നുമില്ല എന്ന് പറയുന്നതിൻ്റെ ധൈര്യം ഇതാണ്. നിങ്ങൾ തുറന്ന് ചോദിച്ചോളൂ, മറുപടി പറയാം എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ സഹകരണ സംഘങ്ങളിൽ നിന്ന് പലിശ മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ സഹകരണ മേഖലയിലെ ഓരോ വിഭാഗത്തിൻ്റെയും നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓരോ മേഖലയും, സർവീസ് സഹകരണ ബാങ്കുകളുടെ കാര്യം മാത്രമല്ല, എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ സഹകരണ മേഖല സർവ്വവ്യാപിയാണ്. കേരളത്തിൽ ആദ്യമായി ഒരു മെഡിക്കൽ കോളേജ് രൂപീകരിക്കുന്നത് സഹകരണ മേഖലയിലാണ്. രണ്ട് മെഡിക്കൽ കോളേജ്, ഒന്ന് എറണാകുളത്ത് കളമശ്ശേരിയിൽ. ആ 2 മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തു. പെരിയാരവും പിന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് 2 ഗവൺമെൻറ് ഏറ്റെടുത്തു. എത്ര എഞ്ചിനീയറിംഗ് കോളേജുകൾ പ്രവർത്തിക്കുന്നു, എത്ര നഴ്സിംഗ് കോളേജുകൾ പ്രവർത്തിക്കുന്നു, ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ സഹകരണ മേഖല ഇടപെടാത്ത ഒരു മേഖലയുമില്ല. ഇനി കലാകാരന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം. സാഹിത്യകാരന്മാർക്ക് വേണ്ടിയിട്ട് സഹകരണ സംഘമുള്ള സംസ്ഥാനമാണ് കേരളം. സാഹിത്യകാരന്മാർക്ക് വേണ്ടിയിട്ട് അതാണ് നമ്മുടെ NBS, നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്ന സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. പഴയ നമ്മുടെ DC ബുക്സിൻ്റെ DC കൊഴിക്കെ മുറിക്കായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ആ സംഘം ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം മുങ്ങിത്താവുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ നമ്മുടെ G. സുധാകരൻ സാറാണ് അതിനെ പുനരുദ്ധീകരിക്കുന്നതിന് വേണ്ടി എല്ലാ സർവീസ് ബാങ്കുകളോടും ഫണ്ട് കൊടുത്തിട്ട് അവരുടെ പുസ്തകങ്ങൾ വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ ആ പുസ്തകങ്ങൾ വാങ്ങി സംരക്ഷിച്ചുകൊണ്ട് ഇന്ന് NBS നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ഒരുപാട് സാഹിത്യകാരന്മാർക്ക് റോയൽറ്റി കൊടുക്കാൻ ബാക്കിയുള്ളതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതേപോലുള്ള സംവിധാനം കലാകാരന്മാർക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ നാടക പ്രവർത്തക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് നാടക്. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നാടക്. ആ നാടകിൻ്റെ നേതൃത്വത്തിൽ ഒരു സഹകരണ സംഘം ഉണ്ടാക്കാം. എന്നിട്ട് കലാകാരന്മാരുടെ കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ ഒരു സർവീസ് ബാങ്കിനകത്ത് നിന്ന് ഒരു കലാകാരൻ്റെ താല്പര്യം സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം സർവീസ് ബാങ്ക് രൂപീകരിക്കുന്നത് ഇതിലെ കർഷകരായ ആളുകൾക്ക് അഗ്രികൾച്ചറൽ ലോൺ കൊടുക്കുന്നതിന് വേണ്ടി, കാർഷിക മേഖലയിൽ ഇടപെടുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് സർവീസ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തെ കലാകാരന്മാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക സഹകരണ സംഘം ഉണ്ടാക്കാം. അതിനുവേണ്ട പ്രൊവിഷൻ ഇപ്പോൾ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊവിഷൻ നമ്മുടെ നിയമത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നു. നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് പുതിയ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. ഓൾഡ് ഏജ്ഡ് ആയ ആളുകൾക്ക് വേണ്ടിയിട്ട് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാം. മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി രൂപീകരിക്കാം. ഡിപ്രസ്ഡ് പേഴ്സൺസിന് വേണ്ടി സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാം. ഇങ്ങനെ വിവിധങ്ങളായ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാൻ ഇന്ന് നിയമത്തിൽ വകുപ്പുണ്ട്. നിങ്ങൾക്ക് ആ നിലയിൽ ആലോചിച്ചുകൊണ്ട് അത് ചെയ്യാവുന്നതാണ്. പിന്നെ സഹകരണ ആശുപത്രിയിലെ പൈസയുടെ കാര്യം ഇപ്പം ഞാൻ വിചാരിച്ചാലും ശരിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നിങ്ങളെ ജനകീയമായ ഇടപെടൽ കൊണ്ട് നിങ്ങളതിനെ നേരിടുക. എന്നിട്ട് അതിനെ ജനകീയമായ നിരക്കിലേക്ക് കൊണ്ടുവരാൻ ജനകീയ സമ്മർദ്ദമാണ് വേണ്ടത്. എങ്ങനെയാണോ പൊതുവിപണിയിലെ വിലക്കയറ്റം നമ്മൾ പിടിച്ചു നിർത്തുന്നത്, അതേപോലെ നിങ്ങൾ ആശുപത്രി മേഖലയിലും ഇടപെടണം. ഇടപെട്ടാൽ തീർച്ചയായും അത് സാധിക്കും. പിന്നെ സഹകരണ സംഘങ്ങളെ സംരക്ഷിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? സഹകരണ സംഘങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ അലർട്ടായിരിക്കുക എന്നുള്ളതാണ്. മെമ്പർമാരുടേതാണ് സഹകരണ സംഘം. അല്ലാണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഇതിനകത്ത് കാര്യമില്ല. ഇതിനകത്ത് അംഗങ്ങളായി വരുന്ന ആളുകളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു സഹകരണ സംഘം രൂപീകരിക്കുന്നതിൻ്റെ നിയമപരമായ ഉള്ളടക്കം.
ആ നിങ്ങളുടെ താല്പര്യം, മെമ്പർമാരായി വരുന്ന ആളുകളുടെ താല്പര്യങ്ങൾ തീർച്ചയായും സംരക്ഷിക്കപ്പെടും. അത് സംരക്ഷിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ ഇടപെടലാണ് ആവശ്യം. പിന്നെ വിദ്യാഭ്യാസ വായ്പകൾ എന്തുകൊണ്ട് നൽകുന്നില്ല? വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നതിന് തടസ്സമൊന്നുമില്ല, പക്ഷേ അത് നിങ്ങളുടെ ബൈലോയിൽ പ്രൊവിഷൻ വേണം വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നതിന്. ഒന്നാമത്, വിദ്യാഭ്യാസ വായ്പകൾ നൽകണമെങ്കിൽ ദീർഘകാല വായ്പകളെ നൽകാൻ പറ്റും. കാരണം ഒരു കുട്ടി എഞ്ചിനീയറിങ്ങിന് ചേരുമ്പോൾ ആ കുട്ടിക്ക് വായ്പ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി എഞ്ചിനീയറിങ് പഠനം കഴിഞ്ഞ് ഒരു ജോലി കിട്ടിയിട്ട് വേണം ആ വായ്പ തിരിച്ചടക്കാൻ. പക്ഷേ നമ്മുടെ സഹകരണ സംഘങ്ങളിലെ നിക്ഷേപം എന്ന് പറയുന്നത് ഹ്രസ്വകാല നിക്ഷേപങ്ങളാണ്. 46 ദിവസം മുതൽ 1 വർഷം വരെയുള്ള നിക്ഷേപങ്ങളാണ് ഭൂരിഭാഗവും. ഈ 46 ദിവസത്തെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് 18 വർഷത്തേക്കുള്ള വായ്പ കൊടുക്കാൻ പ്രയാസമായിരിക്കും. എങ്കിലും ഇപ്പോൾ ഹൗസിംഗ് ലോൺ 10 വർഷം വരെയുള്ള ഹൗസിംഗ് ലോൺ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതൊരു പ്രിവിലേജ്ഡ് ലോണാണ്. വിദ്യാഭ്യാസ വായ്പ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വായ്പയാണ് ഹൗസിംഗ് ലോൺ. പലിശ നിരക്ക് കുറച്ച നിലയിലാണ് ഹൗസിംഗ് ലോൺ തരുന്നത്. പലിശ നിരക്ക് കുറയുന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ആകർഷണം. അതിൻ്റെ ആകർഷണം എന്ന് പറയുന്നത് ദീർഘകാലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഈ ദീർഘകാലം കൊണ്ട് തിരിച്ചടക്കാനുള്ള ഫണ്ട് നമ്മുടെ ബാങ്കിന് എവിടെ നിന്ന് കിട്ടുന്നു? നിങ്ങളെ പോലുള്ള ആളുകൾ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ പോലുള്ള ആളുകളിൽ നിന്ന് വാങ്ങിച്ച ഹ്രസ്വകാലത്തെ ഫണ്ട് ഉപയോഗിച്ച് ബാങ്ക് ഫണ്ട് മാനേജ്മെൻറ്റ് ഫലപ്രദമായി നടത്തിക്കൊണ്ട് ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് തരികയാണ്. അത് ഡ്വെല്ലിംഗ് ഹൗസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 3 ആവശ്യങ്ങളിൽ പ്രധാനമാണ് താമസിക്കാനൊരിടം, തലചായ്ക്കാനൊരിടം എന്നുള്ളത്. അതിനെ അഡ്രസ്സ് ചെയ്യാണ് സഹകരണ സംഘം. വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിനും തടസ്സമൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ബൈലോയിൽ പ്രൊവിഷൻ വേണം. പക്ഷേ ഈ ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു വിഷയം കൂടി അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ ഈ സഹകരണത്തിനും ഇടപെടലുകൾക്കും വളരെ അധികം ഹൃദയത്തിൽ തൊട്ട് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ തീർച്ചയായും ഈ ഒരു എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത ICMൽ വരുന്ന ആളുകളോടെല്ലാം ഞാൻ ഷെയർ ചെയ്യും, ക്ലാസ്സുകളിൽ ഞാൻ ഷെയർ ചെയ്യും. ഇങ്ങനെ ആയിരിക്കണം ഒരു പൊതുയോഗം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇങ്ങനെ ആയിരിക്കണം ഒരു പൊതുയോഗം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജനറൽ ബോഡി ഉടനെ ആരംഭിക്കേണ്ടതുണ്ട്. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ക്ലാസ് കൈകാര്യം ചെയ്ത ICMലെ ഫാക്കൽറ്റി വിനോദ് കുമാർ സാർ, ബാങ്ക് പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങളെ, ബഹുമാനപ്പെട്ട മെമ്പർമാരെ, ഈ പ്രൗഢമായ ചടങ്ങിന് നന്ദി പറയുക എന്നതാണ് എൻ്റെ ചുമതല. ആദ്യമായി സഹകരണ മേഖലയുടെ പ്രാധാന്യത്തെപ്പറ്റിയും നിലനിൽപ്പിനെ പറ്റിയും നല്ല രീതിയിൽ വിശദമായി ഇവിടെ സംസാരിച്ച ICMലെ ഫാക്കൽറ്റി മെമ്പർ വിനോദ് കുമാർ സാർ അവർക്ക് ഈ ബാങ്കിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ഡയറക്ടർ സുരേന്ദ്രൻ മാസ്റ്റർ, ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ഖലീൽ അഹമ്മദ് സാഹിബ്, ഭരണസമിതി അംഗങ്ങൾ, സഹകാരികളെ, മറ്റുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത ഭരണസമിതി അംഗങ്ങൾക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട എല്ലാ മെമ്പർമാർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ സ്റ്റേജ് ഇവിടെ നമുക്ക് തയ്യാറാക്കി തന്ന അടുത്തോടെ അധ്യക്ഷനും ബാങ്കിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സായന്തൻ സന്ധ്യയിൽ നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കടവത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ 2024-25 വർഷത്തെ പൊതുയോഗം പരിപാടിയിൽ ഭാഗപ്പെടുവാനാണ്. ഈ യോഗത്തിലൂടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും കടവത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡിന് വേണ്ടി, ഡയറക്ടർ ബോർഡിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ മനോഹരൻ മാസ്റ്റർ, സെക്രട്ടറി ശ്രീ സുരേഷ്, പ്രിയപ്പെട്ട ഡയറക്ടർമാർ, ജീവനക്കാർ, സുഹൃത്തുക്കൾ, നാട്ടുകാരെ എല്ലാവരെയും ഈ യോഗത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ മനോഹരൻ മാസ്റ്ററെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ഖലീൽ അഹമ്മദ്, ബാങ്കിൻ്റെ ഡയറക്ടർമാർ, ബാങ്കിൻ്റെ സെക്രട്ടറി സഖാവ് ശ്രീ AK സുരേഷ്, ഈ ബാങ്കിൻ്റെ ഉടമസ്ഥരായ മാന്യ മെമ്പർമാർ, നമ്മുടെ
ബാങ്കിൻ്റെ വാർഷിക പൊതുയോഗം നമ്മളിപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു സദസ്സിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നേരിയ നഷ്ടത്തിൽ കടന്നുപോയൊരു വർഷമായിരുന്നു. സാങ്കേതിക അർത്ഥത്തിലാണ് നഷ്ടം വന്നതെങ്കിൽ കൂടിയും ഓഡിറ്റ് റിപ്പോർട്ടിൽ അത് നഷ്ടമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടം നികത്തിക്കൊണ്ട് 1,00,000 അധികം രൂപ ലാഭത്തിലേക്ക് വന്നൊരു വർഷമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഓഡിറ്റ് കഴിഞ്ഞപ്പോഴുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ വർഷത്തെ ഈ വാർഷിക പൊതുയോഗത്തിൽ നിൽക്കുന്നത് എന്ന്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബാങ്കിൻ്റെ വികസനത്തിൽ അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ഏറെ സഹായകമായിട്ടുള്ളത് നമ്മുടെ മാന്യ മെമ്പർമാരുടെ ഇടപെടലും അതേപോലെ തന്നെ ഈ ബാങ്കിൻ്റെ കർമ്മനിരതരായ ജീവനക്കാരുടെയും കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ വർഷം നേരിയ ലാഭത്തിലേക്ക് വരാൻ കഴിഞ്ഞത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഓഡിറ്റ് സംവിധാനമാണ് ഈ വർഷം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കരുവന്നൂർ പോലെയുള്ള ചില വിഷയങ്ങൾ സഹകരണ മേഖലയെ പ്രതികൂലമായി ബാധിച്ചപ്പോൾ അതൊക്കെ മറികടക്കാൻ വേണ്ട എല്ലാ തരത്തിലുള്ള ഇടപെടലുകളുടെയും ഭാഗമാണ് ഓഡിറ്റ് സംവിധാനത്തിലടക്കം സർക്കാർ ചില മാറ്റങ്ങൾ വരുത്തിയത്. അത്തരത്തിലുള്ള ഓഡിറ്റ് സംവിധാനം അടക്കം പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർഷം മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കടവത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നിക്ഷേപം അതുപോലെ തന്നെ വായ്പ അനുപാതങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നല്ല മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവതരിപ്പിക്കും. ഏകദേശം 6 കോടിക്കടുത്തോളം നിക്ഷേപം ഈ ഒരു വർഷം നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും നിക്ഷേപം നമ്മുടെ ബാങ്കിൽ എത്തിച്ചേർന്നത് ഈ ബാങ്കിനോട് ജനങ്ങൾ കാണിക്കുന്ന വിശ്വാസ്യതയുടെ ഭാഗമാണ്. ഇടക്കാലത്തുണ്ടായിരുന്ന സഹകരണ മേഖലയിലുണ്ടായിരുന്ന പ്രയാസങ്ങളുടെ ഭാഗമായിട്ട് ജനങ്ങൾ മുഴുവൻ സഹകരണ മേഖലയെ സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സാഹചര്യം മാറി നല്ല നിലയ്ക്ക് സഹായിക്കേണ്ട ഇടപെടേണ്ട ഒരു മേഖലയാണ് സഹകരണ മേഖല എന്നുള്ള തരത്തിലാണ് ഈ വർഷം നമ്മുടെ ബാങ്കിൽ നിക്ഷേപം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കല്ലിക്കണ്ടി ചെറ്റക്കണ്ടി മേഖല, കടവത്തൂർ മേഖല മാത്രം ഉൾപ്പെടുന്ന അതായത് ഒരു പഞ്ചായത്തിൻ്റെ പകുതി ഭാഗം മാത്രം പ്രവർത്തന മേഖലയായിട്ടുള്ള ഒരു ബാങ്കാണ് നമ്മുടെ കടവത്തൂർ സർവീസ് സഹകരണ ബാങ്ക്. എന്നാൽ പോലും കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ്റെ കീഴിലുള്ള സർക്കിളിന് കീഴിലുള്ള മെച്ചപ്പെട്ട സഹകരണ ബാങ്കുകളിലൊന്നാണ് കടവത്തൂർ സർവീസ് സഹകരണ ബാങ്ക്. ഈ ബാങ്കിനെ ഈ നിലയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി നേരത്തെ നമ്മുടെ വിനോദ് സാറ് പറഞ്ഞതുപോലെ നമുക്ക് പിന്നിൽ ഇതിനെ നിയന്ത്രിച്ചു പോയ ഒട്ടനവധി പേരെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ഐക്യനാണയ സംഘം ആരംഭിച്ച ഈ പ്രസ്ഥാനം വളർച്ചയുടെ പടവുകൾ താണ്ടി വരുന്നത് പ്രധാനമായ നിലയിലും AP കുഞ്ഞിക്കണ്ണട്ടൻ ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയത് മുതലാണ്. തുടർന്നിങ്ങോട്ട് നമുക്കിതിൻ്റെ വലിയൊരു വളർച്ച നോക്കിക്കാണാൻ വേണ്ടി കഴിയും. കടവത്തൂർ ടൗണിൽ നടക്കുന്ന പ്രഭാത സായാഹ്ന ശാഖ, കല്ലിക്കണ്ടിയിലുള്ള പ്രഭാത സായാഹ്ന ശാഖ, അതോടൊപ്പം തന്നെ കല്ലിക്കണ്ടി കടവത്തൂർ മേഖലയിലുള്ള നീതി മെഡിക്കൽ ലാബ്,
കടവത്തൂർ കല്ലിക്കണ്ടി മേഖലയിലുള്ള മെഡിക്കൽ ഷോപ്പുകൾ എന്നല്ല തുടങ്ങിയ അനുബന്ധ സ്ഥാപനങ്ങളടക്കം നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കടവത്തൂർ ബാങ്കിൻ്റെ കീഴിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്കിത് നമ്മുടെ ബാങ്കിൻ്റെ ജൈത്രയാത്ര തുടരേണ്ടതുണ്ട്. ഇപ്പോൾ ബാങ്ക് ഭരണസമിതി നമ്മളെ മുന്നിൽ ആലോചിച്ച് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ചെറ്റക്കണ്ടിയിലടക്കം ഒരു ബ്രാഞ്ച് ആരംഭിക്കാനും അതേപോലെ തന്നെ കടവത്തൂരുള്ള ജനസേവന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം സജീവപ്പെടുത്താനും ഈ ബാങ്കിൻ്റെ ഭരണസമിതി ആലോചിച്ചിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും നിസ്സീമമായ സഹകരണങ്ങൾ ലഭിച്ചാൽ അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അതിന് നിങ്ങൾ ഓരോരുത്തരെയും ഈ ബാങ്കിൻ്റെ നിങ്ങളുടെ ബാങ്കാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഈ പ്രതികൂല സാഹചര്യത്തിൽ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ മറ്റു ചില പരിപാടികളുണ്ട്, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരെയും കടവത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിക്ക് വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ബാങ്കിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ബാങ്ക് സെക്രട്ടറിയോട് അഭ്യർത്ഥിക്കുകയാണ്. ൻ്റെ ആമുഖ ഭാഷണം 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്, 2026-27 വർഷത്തെ കരട് ബജറ്റ് അംഗീകരിക്കൽ, 2024-25 വർഷത്തെ സപ്ലിമെൻ്ററി ബഡ്ജറ്റ് അംഗീകരിക്കൽ, 2024-25 വർഷത്തെ വരവ് ചെലവ് അംഗീകരിക്കൽ, 2024-25 വർഷത്തെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വായിച്ച് അംഗീകരിക്കൽ, 2024-26 വർഷത്തെ ഓഡിറ്റ് ന്യൂനതകളും പരിഹരണവും, 9 പഴയതും ഉപയോഗശൂന്യവുമായ ഫർണിച്ചർ, കമ്പ്യൂട്ടർ, മറ്റ് സാധനങ്ങൾ സ്റ്റോക്കിൽ നിന്ന് ഒഴിവാക്കുന്നത് സംബന്ധിച്ച്, 10 നീതി മെഡിക്കൽ സ്റ്റോറിലെ ഉപയോഗശൂന്യമായ മരുന്നുകൾ സ്റ്റോക്കിൽ നിന്ന് നീക്കം ചെയ്യൽ, 11 ബൈലോ ഭേദഗതികൾ, 12 ചട്ടം 33(e)(a) പ്രകാരം ഭരണസമിതി അംഗങ്ങൾ, അവരുടെ ബന്ധുക്കൾ, ജീവനക്കാർ, അവരുടെ ബന്ധുക്കൾ എന്നിവരുടെ മുൻവർഷത്തെ ബാധ്യത സംബന്ധിച്ച്, 2024-25 വർഷത്തെ ലാഭവിഭജനം സംബന്ധിച്ച്, 14 ചോദ്യങ്ങളും പ്രമേയങ്ങളും, 15 അധ്യക്ഷൻ്റെ അനുവദിക്കുന്ന മറ്റു കാര്യങ്ങൾ, 16 കൃതജ്ഞത. ഇതാണ് നമ്മുടെ കാര്യപരിപാടി. ഇത് എല്ലാവരും അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി സെക്രട്ടറിയോട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ്സും ഇതെല്ലാം വെച്ചതുകൊണ്ട് കുറച്ച് താമസിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്കിത് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നമ്മളെ ജനറൽ ബോഡിയുടെ ഏറ്റവും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യമാണ് പ്രവർത്തന റിപ്പോർട്ടും കാര്യങ്ങളും അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പം പിന്നെ എല്ലാ ആളുകൾക്കും രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടെ ടോക്കനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം പിന്നെ കോംപ്ലിമെൻറ്റ് പിന്നെ തയ്യാറായിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൂടി വെയിറ്റ് ചെയ്ത് കൃത്യമായി അതൊക്കെ നിങ്ങളെ കൈകളിൽ എത്തിച്ചു തരാനുള്ള നമ്മളുടെ ജീവനക്കാരുടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു സമയം കൂടെ വെയിറ്റ് ചെയ്ത് നമുക്ക് സമാധാനപരമായിട്ട് ഈ പൊതുയോഗം അവസാനിപ്പിച്ച് പോകണമെന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഞാൻ വളരെ പെട്ടെന്ന് നമ്മുടെ പ്രവർത്തന റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം നമ്മളുടെ അംഗങ്ങളുടെ ഓഹരി മൂലധനത്തെ സംബന്ധിച്ച് 2024-25 വർഷം 4880 A ക്ലാസ്, 1 B ക്ലാസ് എന്ന് പറയുന്നത് സർക്കാർ ഓഹരി, 21825 C ക്ലാസ്, 6557 D ക്ലാസ് അംഗങ്ങളും കൂടി 27364 അംഗങ്ങളാണ് ബാങ്കിലുള്ളത്. ഇത് മുൻവർഷത്തേക്കാൾ 517 എണ്ണം കൂടുതലാണ്. ആകെ ഓഹരി മൂലധനം 29,58,000 അതിൽ ഗവൺമെൻറ് ഓഹരി 42 ലക്ഷമാണ്. എ ക്ലാസ് അംഗങ്ങളുടെ എണ്ണവും ഓഹരിയും ഇനി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ പഴയ മെമ്പർമാർക്കൊക്കെ പിന്നെ ചെറിയ ഷെയർ മാത്രമേ പലപ്പോഴും ഉണ്ടാവും. പണ്ടത്തെ 5 രൂപ 15 രൂപ 100 രൂപയൊക്കെ ഷെയറുള്ള മെമ്പർമാർ നിർബന്ധമായിട്ടും അവരുടെ അംഗത്വം നിലനിർത്താൻ വർദ്ധിപ്പിച്ച 500 രൂപയുടെ അംഗത്വമായിട്ടത് മാറ്റിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. പ്രവർത്തന മൂലധനം 2024-25 വർഷം 83.63 കോടി രൂപയാണ്. തൻവർഷം 11.6 കോടി വർധനവുണ്ട്. നിക്ഷേപം 2024-25 വർഷം സ്ഥിരം സേവിങ്സ്, ദിനനിക്ഷേപം, റെക്കറിംഗ് അക്ഷയനിധി, ഹോം സേഫ്, ഗ്രൂപ്പ് നിക്ഷേപം, ത്രിഫ്റ്റ്, കറണ്ട് നിക്ഷേപ ഇനങ്ങളിലായിട്ട് 69 കോടി 47 ലക്ഷം രൂപ നിക്ഷേപ ബാക്കി നിൽപ്പുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 4 കോടി 58 ലക്ഷത്തിൻ്റെ വർധനവാണ് ഉള്ളത്. ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ബാങ്കുമായിട്ട് സഹകരിച്ചിട്ടുള്ള എല്ലാ നിക്ഷേപകരെയും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.
കേരള ബാങ്ക് വായ്പ. കേരള ബാങ്കിൽ നിന്ന് ആണ്ടവസാനം 12,80,00,000 രൂപയാണ് വായ്പയായി വാങ്ങിയിട്ടുള്ളത്. അത് ഈ വർഷം കൂടുതൽ വായ്പ കൊടുക്കാൻ വേണ്ടി 6.9 കോടി രൂപയുടെ വായ്പ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി മെമ്പർമാരുടെ വായ്പയാണ്. കാർഷിക വായ്പ 2.39 കോടിയാണ്. കാർഷികേതര വായ്പ 1.98 കോടിയാണ്. വസ്തുപണയ വായ്പ 52,37,000 സ്വർണ്ണപ്പണയ വായ്പ 62,74,00,000 നിക്ഷേപ വായ്പ 35,35,000 പെൻഷൻ കൺസോർഷ്യത്തിലേക്ക് കൊടുത്തിട്ടുള്ള ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കൺസോർഷ്യത്തിന് 1,90,00,000 രൂപ നമ്മൾ വായ്പ കൊടുത്തിട്ടുണ്ട്. കുടുംബശ്രീ ലിങ്കേജിന് 2,15,00,000 രൂപ വായ്പ കൊടുത്തിട്ടുണ്ട്. ആകെ 72,09,00,000 വായ്പ ബാക്കി നിൽപ്പാണ് ഉള്ളത്. തൻവർഷം വായ്പാ വിതരണത്തിൽ 58 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. തൻവർഷം നൽകിയ ആകെ വായ്പ 199 കോടി രൂപ 85 ലക്ഷമാണ്. മെമ്പർ ജാമ്യത്തിലുള്ള വ്യക്തിഗത വായ്പ, സ്വർണ്ണപ്പണയം, സഹായഹസ്തം വായ്പയും സബ്സിഡിയുള്ള കിസാൻ ക്യാഷ് ക്രെഡിറ്റ്, കാർഷിക വായ്പ, കുടുംബശ്രീ ലിങ്കേജ്, പ്രൊജക്റ്റ് വായ്പ, ഇത്തരം വായ്പകളെല്ലാം നമ്മൾ ഈ വർഷം കൊടുത്തിട്ടുണ്ട്. ബാങ്കിൻ്റെ ഭാഗമായിട്ട് അനുബന്ധ സ്ഥാപനങ്ങൾ നമുക്ക് കല്ലിക്കണ്ടിയിലും കടവത്തൂരുമായിട്ട് 2 നീതി മെഡിക്കൽ ലാബും 2 നീതി മെഡിക്കൽ സ്റ്റോറും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആംബുലൻസും പ്രവർത്തിക്കുന്നുണ്ട്. കൺസ്യൂമർ സ്റ്റോർ കടവത്തൂർ നേരത്തെ പ്രവർത്തിച്ചിരുന്നത് ഇപ്പം പുതിയൊരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഓണം, റംസാൻ, വിഷു അങ്ങനെയുള്ള ഉത്സവ സീസണിൽ മാത്രമാണ് ഓണച്ചന്ത ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ഓണക്കാലത്ത് ഇക്കഴിഞ്ഞതല്ല അതിൻ്റെ മുന്നത്തെ വർഷത്തെ ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് വളരെ സഹായകരമായ രീതിയിൽ ആ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 24 വർഷത്തെ ഓണച്ചന്ത 19/24 മുതൽ കൺസ്യൂമർ സ്റ്റോറിലാണ് നടന്നത്. ആകെ 4,11,000 രൂപയുടെ വിറ്റുവരവുണ്ടായി. ശ്രീ KP മോഹൻ MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. ബഹുമാനപ്പെട്ട ബാങ്ക് മെമ്പർമാരുടെയും നാട്ടുകാരുടെയും എല്ലാം അകമഴിഞ്ഞ സഹായം, സഹകരണം ഒക്കെ ബാങ്ക് ജീവനക്കാരുടെ ഉത്സാഹം ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. സഹകരണ മെഡിക്കൽ ലാബ് കടവത്തൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന ലാബ് പൊതുജനങ്ങൾക്ക് ഏറെ ഉപയോഗപ്രദമായ സേവനം നൽകുന്നു. പ്രതിമാസം 1,32,000 രൂപയുടെ മെഡിക്കൽ പരിശോധന അവിടെ നടക്കുന്നുണ്ട്. പരിശോധന നിരക്കിൽ 30% വരെ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും 10 രൂപ നിരക്കിൽ ഷുഗർ പരിശോധന നടക്കുന്നു. അത് കഴിഞ്ഞ പൊതുയോഗത്തിൽ നമ്മുടെ മെമ്പർമാരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ ഒരു സ്കീം നമ്മൾ നടപ്പിലാക്കിയത്. നിലവിൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ കടവത്തൂർ മെഡിക്കൽ ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. നീതി മെഡിക്കൽ ലാബ് കല്ലിക്കണ്ടി 14/8/22 പ്രവർത്തനം ആരംഭിച്ചു. പ്രതിമാസം 1,09,000 രൂപയുടെ മെഡിക്കൽ ലാബ് പരിശോധന നടക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് വളരെ സഹായകമാണ്. ഒരു ലാബ് ടെക്നീഷ്യൻ, ഒരു ലാബ് അസിസ്റ്റന്റ് എന്നീ ജീവനക്കാർ അവിടെ ജോലി ചെയ്തു വരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും 10 രൂപ നിരക്കിൽ ഷുഗർ പരിശോധന അവിടെയും നടക്കുന്നുണ്ട്. അവിടുത്തെ പ്രവർത്തന സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. നീതി മെഡിക്കൽ സ്റ്റോർ കടവത്തൂർ പ്രതിമാസം 8,85,000 രൂപയുടെ വിറ്റുവരവാണ് അവിടെ നടക്കുന്നത്. മരുന്നുകൾ 10% മുതൽ 30% വരെ വിലക്കുറവിൽ നൽകുന്നുണ്ട്. രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ഈ സ്ഥാപനം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. നിലവിൽ ഒരു ഫാർമസിസ്റ്റ്, സെയിൽസ് സ്റ്റാഫ് ജോലി ചെയ്യുന്നു. ബാങ്ക് ജീവനക്കാരായ ഒരു സ്റ്റാഫ് പാർട്ട് ടൈമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. നിലവിലെ പ്രവർത്തന സമയം 9 മണി മുതൽ രാവിലെ 9 മുതൽ രാത്രി 9:30 വരെയാണ്. നീതി മെഡിക്കൽ സ്റ്റോർ കല്ലിക്കണ്ടി 1/9/22 പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. പ്രതിമാസം ശരാശരി 4,19,000 രൂപയുടെ വിറ്റുവരവ് നടക്കുന്നുണ്ട്. വിറ്റുവരവ് ഇനിയും വർദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഫാർമസിസ്റ്റ്, സെയിൽസ് സ്റ്റാഫും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ബാങ്ക് ജീവനക്കാരായ 2 പേരുടെയും പാർട്ട് ടൈമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. നിലവിലെ പ്രവർത്തന സമയം രാവിലെ 9 മുതൽ രാത്രി 9:30 വരെയാണ്. ഞായറാഴ്ചയും കല്ലിക്കണ്ടി നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഹോം ഡെലിവറിയുടെ സർവീസ് നൽകുന്നുണ്ട്. 2 നീതി മെഡിക്കൽ സ്റ്റോറുകളും സഹകാരികളും നാട്ടുകാരും എല്ലാം നിരന്തരം അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് അത് സന്ധ്യ വരെ 7 മണി വരെയാണ് പ്രവർത്തിക്കാറുണ്ടായിരുന്നത്. എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ബാങ്ക് അതിപ്പം 9:30 വരെ രാത്രി പ്രവർത്തിക്കുന്നത്. ആംബുലൻസ് സർവീസ് 24 മണിക്കൂറും കുറഞ്ഞ നിരക്കിൽ അതിൻ്റെ സർവീസ് നടക്കുന്നുണ്ട്. പിന്നുള്ളത് എൻഡോമെൻ്റ് വിതരണമാണ്. എല്ലാ വർഷവും നൽകി വരുന്ന SSLC +2 ഉന്നത വിജയികൾക്ക് AP കുഞ്ഞിക്കണ്ണൻ എൻഡോമെൻ്റാണ് നൽകുന്നത്. 2024 വർഷത്തെ AP കുഞ്ഞിക്കണ്ണൻ എൻഡോമെൻ്റ് ബഹുമാനപ്പെട്ട റബ്കോ ചെയർമാൻ ശ്രീ കാരായ രാജനാണ് വിതരണം ചെയ്തത്. 39 വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി അനുമോദിച്ചിട്ടുണ്ട്. ആ പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളും സഹകാരികളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. ലിങ്കേജ് വായ്പ ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിൽ നിരവധി കുടുംബശ്രീ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും നമ്മുടെ ബാങ്കുമായിട്ട് ഇടപാട് നടത്തുന്നവയാണ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായമായി ബാങ്ക് വായ്പ നൽകി വരുന്നു. നിലവിൽ 95 കുടുംബശ്രീകൾ ലിങ്കേജ് വായ്പ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു കുടുംബശ്രീ ഒഴികെ എല്ലാവരും കൃത്യമായി തവണ തിരിച്ചടക്കുന്നുണ്ട്.
കാൽ നൂറ്റാണ്ട് മുമ്പ് കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ അവർക്ക് താങ്ങായി വായ്പകൾ നൽകി വരുന്നത് ഭൂരിഭാഗവും കുടുംബശ്രീകളും ഇന്ന് സ്വയം പര്യാപ്തമാണ്. സുരക്ഷിത വായ്പകൾ വാഗ്ദാനം ചെയ്ത ന്യൂജൻ ബാങ്കുകൾ കുടുംബശ്രീകളെ സമീപിക്കുന്നുണ്ട്. ഈ വായ്പകൾ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും വലിയ പലിശക്കാണ്. നേരത്തെ സാറ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി, ഈ വർഷത്തെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 21-25 മുതൽ 34-25 വരെയാണ് നടത്തിയത്. ഇതിന്റെ ഭാഗമായി 18 ലോണിൽ 1,31,890 രൂപ ഇളവ് കൊടുത്തിട്ടുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം കേരള സഹകരണ വകുപ്പിന്റെ 45ാം നിക്ഷേപ സമാഹരണ യജ്ഞം 2025 മാർച്ച് 5 മുതൽ ഏപ്രിൽ 30 വരെ നടന്നു. ഈ ക്യാമ്പയിനിൽ നമ്മുടെ ബാങ്ക് 2,73,00,000 രൂപ നിക്ഷേപം അധികം സമാഹരിക്കുകയുണ്ടായി. നമ്മുടെ ബാങ്ക് കൂത്തുപറമ്പ് സർക്കിളിൽ നല്ല നിലയിൽ ഇതിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. മെമ്പർ റിലീഫ് ഫണ്ട്, മാരക രോഗം ബാധിച്ച സഹകാരികൾക്കുള്ള മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്ന് ബാങ്കിലെ A4940 നമ്പർ മെമ്പർ ബീന വൈഫ് ഓഫ് സജീവൻ എറിഞ്ഞുള്ളതിൽ കടവത്തൂർ എന്നയാൾക്ക് സഹായധനം നൽകിയിട്ടുണ്ട്. ഈ സേവന കേന്ദ്രം കടവത്തൂർ പൊതുജനങ്ങൾക്കും സഹകാരികൾക്കും ഓൺലൈൻ ഇടപാടുകളും ഓൺലൈൻ സേവനങ്ങളും കുറഞ്ഞ ചെലവിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ ബാങ്ക് കടവത്തൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ സേവന കേന്ദ്രത്തിന് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അനുമതി ലഭിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. റിസ്ക് ഫണ്ട്, ലോൺ എടുത്ത് കൃത്യമായി തവണകൾ അടക്കുകയും ലോൺ കാലാവധിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ സഹകാരികൾക്കുള്ള റിസ്ക് ഫണ്ട് തുക A2906 അബ്ദുള്ള പുതിയ വീട്ടിൽ കടവത്തൂർ, A677 അബ്ദുള്ള നരിക്കൂട്ടുങ്കൽ കടവത്തൂർ എന്നിവരുടെ അവകാശികൾക്ക് നൽകിയിട്ടുണ്ട്. സഹകരണ വാരാഘോഷം, 71ാമത് സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി മട്ടന്നൂരിൽ വെച്ച് നടന്ന കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ബാങ്ക് ജീവനക്കാരെ 2024 ഡിസംബർ 14 നടന്ന 23-24 വർഷത്തെ ബാങ്ക് ജനറൽ ബോഡിയിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ബാങ്ക് ജീവനക്കാരൻ KT മനോജ് കസേര കളിയിൽ 1ാം സ്ഥാനം നേടി. ബാങ്കിന് വേണ്ടി കമ്പവലി, തിരുവാതിര, കൈകൊട്ടിക്കളി എന്നീ ഇനങ്ങളിൽ ജീവനക്കാരുടെ ടീമുകൾ മത്സരിച്ചിട്ടുണ്ട്. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ജില്ലാ പരിപാടിയിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും സജീവമായി പങ്കെടുത്തു. ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ ജീവനക്കാരെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമായ ഭൂമി പുനരുദ്ധാരണം, മരുഭൂമിവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതിന്റെ ഭാഗമായി ബാങ്ക് പരിസരത്ത് വൃക്ഷത്തൈ നടീൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് മനോഹരൻ മാസ്റ്റർ, സെക്രട്ടറി AK സുരേഷ്, ഡയറക്ടർമാർ, ജീവനക്കാർ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. സഹകരണ വിദ്യാഭ്യാസം പരിശീലനം. ഒരു സഹകരണ സ്ഥാപനം വിജയകരമായി നടത്തുന്നതിന് അംഗങ്ങൾ, ജീവനക്കാർ, തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർക്കെല്ലാം തുടർച്ചയായ പരിശീലനം ആവശ്യമാണ്. ഇതിന്റെ ഭാഗമായി താഴെ പറയുന്ന ഡയറക്ടർമാർ, ജീവനക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂർ, കേരള കോപ്പറേറ്റീവ് മാനേജ്മെന്റ് നടത്തുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കേണ്ടായി. ജീവനക്കാരായിട്ടുള്ള സുരേഷ് AK, വിനോദ് കുമാർ, മോഹൻ M, രജീഷ് KK, ഷിൻഡ KK, നിസില CH, വജീഷ് M എന്നിവരും ഡയറക്ടർമാരായ മനോമോഹൻ MM, ഖലീൽ അഹമ്മദ്, മനോജ് കുമാർ, പവിത്ര AK, പുഷ്പവല്ലി ടീച്ചർ, സുമജ, ജാനകി, സുരേന്ദ്രൻ CK, മൂസ CK, സുധീർ KK എന്നിവരും പരിശീലന പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ജീവനക്കാർ 2024-25 വർഷം 27 സ്ഥിരം ജീവനക്കാരും കമ്മീഷൻ വ്യവസ്ഥയിൽ 11 ജീവനക്കാരും പ്രവർത്തിക്കുന്നു. 2 മെഡിക്കൽ സ്റ്റോറിൽ മൊത്ത ശമ്പളത്തിൽ 2 ഫാർമസിസ്റ്റും 2 സെയിൽസ് സ്റ്റാഫും ബാങ്കിൽ 2 വാച്ച്മാൻമാരും 2 സ്വീപ്പർമാരുമുണ്ട്. മെഡിക്കൽ ലാബിൽ മൊത്ത ശമ്പളത്തിൽ 5 ജീവനക്കാർ ജോലി ചെയ്തു വരുന്നു. ഭരണസമിതി. നിലവിലുള്ള ഭരണസമിതി പ്രസിഡന്റ് മനോമോഹൻ MM, വൈസ് പ്രസിഡന്റ് ഖലീൽ അഹമ്മദ് ഉൾപ്പെടുന്ന 11 ഭരണസമിതി 15/10/23 ചുമതലയേറ്റു. നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി 15/10/2028 അവസാനിക്കും. ജീവനക്കാരുടെ പ്രൊമോഷൻ. 1/4/24 അസിസ്റ്റന്റ് സെക്രട്ടറി C സുരേഷ് AK സെക്രട്ടറിയായും, ചീഫ് അക്കൗണ്ടന്റ് ശ്രീമതി രാധാമണിയെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും, ഇന്റേണൽ ഓഡിറ്ററായ വിനോദ് കുമാർ BK ചീഫ് അക്കൗണ്ടന്റായും, അക്കൗണ്ടന്റ് ശ്രീമതി ഷാജദാസ് PM ബ്രാഞ്ച് മാനേജറായും സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട്. ഉപസംഹാരം. 20/11/51 ഐക്യനാണയ സംഘമായി രജിസ്റ്റർ ചെയ്ത് 22/52 മുതൽ പ്രവർത്തിച്ചു വരുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു പ്രമുഖ സഹകരണ സ്ഥാപനമാണ് കടവത്തൂർ സർവീസ് സഹകരണ ബാങ്ക്. വജ്ര ജൂബിലി പിന്നിട്ട് നമ്മൾ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് കടക്കുകയാണ്. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ തൃപ്പങ്ങോട്ടൂർ, കടവത്തൂർ ദേശങ്ങൾ പ്രവർത്തന പരിധിയാണ്. സംഘത്തിന്റെ ആസ്ഥാനം കടവത്തൂരിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. നിലവിൽ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് തൻവർഷം 1,06,000 രൂപ ലാഭത്തിലാണ്. കോർ ബാങ്കിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ RTGS, നെഫ്റ്റ് സംവിധാനങ്ങളുണ്ട്. ബാങ്കിന്റെ 3 ശാഖകളിലും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി CCTV ക്യാമറയും രാത്രി കാവലിന് നൈറ്റ് വാച്ച്മാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ സുരക്ഷയ്ക്ക് ആന്റിവൈറസ്, ഫയർവാൾ, ക്ലൗഡ് സ്റ്റോറേജ് സംവിധാനവും നിലവിലുണ്ട്. ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്ക് പുറമെ അനുബന്ധ സ്ഥാപനങ്ങളുടെ മെഡിക്കൽ സേവനവും പ്രധാനമാണ്. ഇതിനു പുറമെ കേരള സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ
പെൻഷൻ വിതരണത്തിലും നമ്മുടെ ബാങ്ക് സ്തുത്യർഹമായ സേവനം നടത്തിവരുന്നു. 9 ഏജന്റുമാർ 1000-ഓളം പെൻഷൻകാർക്ക് പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട്. ജില്ലയിൽ രണ്ടാമതായും കൂത്തുപറമ്പ് സർക്കിളിൽ ഏറ്റവും ആദ്യവും ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നത് നമ്മുടെ ബാങ്കാണ്. പെൻഷൻ എത്രയും വേഗം അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തിക്കാൻ സ്തുത്യർഹമായ സേവനമാണ് നമ്മുടെ ഏജന്റുമാർ നിർവഹിക്കുന്നത്. പെൻഷൻ കൺസോർഷ്യത്തിലേക്ക് 1,90,00,000 രൂപയുടെ നിക്ഷേപവും ബാങ്ക് നൽകിയിട്ടുണ്ട്. ബാങ്ക് ഇടപാടുകാർക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്ന മാംബ പ്ലസ് ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. മാംബ പ്ലസ് ഉപയോഗപ്പെടുത്തി ഫണ്ട് ട്രാൻസ്ഫർ, റീചാർജ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 24-25 വർഷത്തിൽ നമ്മുടെ ബാങ്ക് 1,06,000 രൂപയുടെ ലാഭത്തിലാണ് പ്രവർത്തിച്ചത്. ബാങ്കിൻ്റെ സാമ്പത്തിക സുരക്ഷ ഭദ്രമാണെന്ന് ഓഡിറ്റിൻ്റെ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട്. സഹകരണം ലോകവ്യാപിയായ പരസ്പര സ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും ഉദാത്ത മാതൃകയാണ്. എല്ലാവരും ഓരോരുത്തർക്കും എന്ന ആശയം മുന്നോട്ട് വെക്കുന്നു. ആ ലക്ഷ്യം മുൻനിർത്തി ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ച ഓഹരി ഉടമകൾ, നിക്ഷേപകർ, മറ്റിടപാടുകാർ, ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ സഹകരണ വകുപ്പ്, കേരള ബാങ്ക് എന്നിവരോടും ബാങ്ക് ജീവനക്കാരോടും കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. സഹകരണത്തിൻ്റെ അതിരുകളില്ലാത്ത ലോകത്ത് ഇനിയും നമുക്ക് മുന്നേറാൻ ഏറെയുണ്ട്. അതിനായി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് മാന്യ മെമ്പർമാരുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയാണ്. കോംപ്ലിമെൻ്റ് നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ എത്തും. രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള ടോക്കൺ എല്ലാവരും കൈകളിൽ കരുതി വെക്കുക. ജീവനക്കാർ അതുമായിട്ട് ഇപ്പോൾ വരും. അപ്പം 26-27 വർഷത്തെ കരട് ബഡ്ജറ്റാണ്. അതിൽ നിക്ഷേപ പ്രതീക്ഷിക്കപ്പെടുന്ന ചെലവ്, നിക്ഷേപ പലിശ 6 കോടി, കടത്തിന് കൊടുക്കാനുള്ള പലിശ 12 കോടി, ശമ്പളം അലവൻസ് 3 കോടി, പെൻഷൻ വിഹിതം 20 ലക്ഷം, മെഡിക്കൽ അലവൻസ് 2 ലക്ഷം, യാത്രാഭത്ത 1 ലക്ഷം, ബോണസ് 5.5 ലക്ഷം, ഫെസ്റ്റിവൽ അലവൻസ് 1 ലക്ഷം, ഗ്രൂപ്പ് ഗ്രാറ്റുവിറ്റി പ്രീമിയം 1,90,000, ഇൻഷുറൻസ് പ്രീമിയം 8 ലക്ഷം, വെൽഫെയർ ഫണ്ട് വിഹിതം 90,000, ലീവ് സാലറി 2 ലക്ഷം, 2 കോടി, ട്രെയിനിങ് ചെലവ് 1 ലക്ഷം, കണ്ണട അലവൻസ് 10,000, കമ്മീഷൻ ഏജന്റ് ശമ്പളം 1,60,000, സിറ്റിംഗ് അലവൻസ് 1,98,000, കെട്ടിട വാടക 95,000, കെട്ടിട നികുതി 1,000, വൈദ്യുതി ചാർജ് 8 ലക്ഷം, ടെലിഫോൺ ചാർജ് 1 ലക്ഷം, തപാൽ ചെലവ് 4 ലക്ഷം, അച്ചടി സ്റ്റേഷനറി 5 ലക്ഷം, സബ്സ്ക്രിപ്ഷൻ 20,000, പരസ്യം 5 ലക്ഷം, പലവക ചെലവുകൾ 7,50,000, ഓഡിറ്റ് കോസ്റ്റ് 6 ലക്ഷം, AMC ചെലവ് 4 ലക്ഷം, ക്ലൗഡ് ചാർജ് 3.5 ലക്ഷം, ഡൊണേഷൻ 60,000, പ്രൊഫഷൻ ടാക്സ് 10,000, ട്രാൻസ്പോർട്ട് ചാർജ് 12,000, ജനറൽ ബോഡി ചെലവ് 1.5 ലക്ഷം, ലേബർ വെൽഫെയർ രജിസ്ട്രേഷൻ ഫീസ് 2,000, ലീഗൽ ഫീസ് 2.5 ലക്ഷം, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് 2 ലക്ഷം, ജനറേറ്റർ പെട്രോൾ ചെലവ് 80,000, ദിനനിക്ഷേപ കമ്മീഷൻ 12 ലക്ഷം, EP ഫീസ് 60,000, ARC ഫീസ് 80,000, ARC കമ്മീഷൻ 1,25,000, അളവ് തൂക്കം 5,000, പ്രസിഡന്റ് ഓണറേറിയം 1,70,000, ഓഫീസ് ക്ലീനിങ് 1.5 ലക്ഷം, അഫിലിയേഷൻ 5,000, റിപ്പയർ മെയിൻ്റനൻസ് 1.5 ലക്ഷം, കേബിൾ നെറ്റ് ചെലവ് 60,000, ട്രേഡ് എക്സ്പെൻസ് 15,000, ലാബ് സാലറി 8 ലക്ഷം, ലാബ് ചെലവ് 4 ലക്ഷം, ആംബുലൻസ് ചെലവ് 80,000, ആംബുലൻസ് പെട്രോൾ 1 ലക്ഷം, നീതി മെഡിക്കൽ ചെലവ് 80,000, ആംബുലൻസ് ഡ്രൈവർ ചെലവ് 70,000, ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോസ്റ്റ് 1.5 ലക്ഷം, സഹകരണ വാരാഘോഷം 50,000, സേവന കേന്ദ്ര ചെലവ് 3 ലക്ഷം, വാടക നീതി മെഡിക്കൽ ലാബ് 7 ലക്ഷം, എഡ്യൂക്കേഷൻ ഫണ്ട് 1 ലക്ഷം, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് 1 ലക്ഷം, മെഡിക്കൽ സാലറി 1,20,000, ടോട്ടൽ 12,39,33,000. വരവ്, പ്രതീക്ഷിക്കുന്ന വരവ്, വായ്പയിന്മേലുള്ള പലിശ 9,30,00,000, നിക്ഷേപത്തിന്മേൽ ഉള്ള പലിശ 4,50,00,000, കമ്മീഷൻ 3 ലക്ഷം, അപ്രൈസർ ആൻഡ് ഇൻഷുറൻസ് കമ്മീഷൻ 50 ലക്ഷം, ലോക്കർ വാടക 60,000, പലവക 4 ലക്ഷം, അഡ്മിഷൻ ഫീസ് 7,000, കൺസോർഷ്യൽ ലോൺ പലിശ 1,80,000, സേവന പെൻഷൻ ഇൻസെൻറ്റീവ് 60,000, EP ഫീസ് വരവ് 20,000,
ARCC വരവ് 30,000, ആംബുലൻസ് വരവ് 2.5 ലക്ഷം, നീതി മെഡിക്കൽ വരവ് 1,50,00,000, നീതി ലാബ് വരവ് 3,50,00,000, ഈ-സേവന കേന്ദ്രം വരവ് 50,000. എല്ലാം കൂടെ 14,44,000 രൂപ മിച്ചം വരുന്ന ഒരു ബഡ്ജറ്റാണ് അംഗീകാരത്തിനായി സമർപ്പിക്കാനുള്ളത്.